എസെക്കിയേൽ പ്രവചനം 41 അധ്യായം മുതൽ 48 അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ ഒരു ആലയത്തെക്കുറിച്ചുള്ള വിശദീകരണം വായിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ പറ്റും. ഈ ആലയം എന്താണ് എന്ന് ഒരു ചോദ്യം വളരെ പ്രസിദ്ധനായ ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എബ്രായ പണ്ഡിതൻ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള നമ്മുടെ എബ്രായ പണ്ഡിതൻ പറയും. അദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇത് എനിക്ക് കുറേ പേര് ഇങ്ങനെ അയച്ചു തരുത്, ഇതെന്തോ ശരിയാണോ, എന്ത് ഇദ്ദേഹം പറയുന്ന അന്ത്യകാലം, അദ്ദേഹം പറയുന്ന എല്ലാ വീഡിയോസിനും മറുപടി തരാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അപ്പം എന്നോട് ചില ആളുകൾ ചോദിക്കുമ്പോൾ ചില വിശദീകരണങ്ങൾ എബ്രായ ഭാഷയിലും മറ്റുമൊക്കെ പാണ്ഡിത്യമുള്ള ആളുകൾ ഇത് പറയുമ്പം ജനങ്ങളത് വിശ്വസിക്കുകയാണത് യാഥാർത്ഥ്യമാണോ, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ആ വ്യക്തികൾ സംസാരിക്കുന്ന ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം ദൈവവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് കടന്നു പോകാം. എന്തോ കല്ല സ്ട്രക്ചറേ അങ്ങനെയാണ്, ഇങ്ങനെ പണിതിരിക്കുക. അപ്പൊ നമ്മൾ ആ ആലയത്തിന്റെ സ്ട്രക്ചർ നോക്കണം. ആ ആലയവും യെഹെസ്കേൽ കാണുന്ന ആലയത്തിന്റെ സ്ട്രക്ചർ അല്ല. ശലോമോന്റെ ആലയം തീർന്നുപോയി, ഇതും തീർന്നുപോയി. അങ്ങനെയാണെങ്കിൽ യെഹെസ്കേൽ കാണുന്ന സ്ട്രക്ചറോ ഇനി വരാനിരിക്കുന്ന യെരൂശലേം ദേവാലയമാണ്. ഇനി ഒരു യെരൂശലേം ദേവാലയം വരണമെന്നുണ്ടെങ്കിൽ നോക്കിയോ, ആ സ്പോട്ടിൽ ഇപ്പൊ ഇരിക്കുന്ന എന്തുവാ, അലക്സ മോസ്ക് ആണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഇത് ഫ്യൂച്ചറിസ്റ്റിക് വാദം, അതായത് ഡിസ്പെൻസേഷണലിസത്തിന്റെ ഒരു ക്ലൈമാക്സ് ആണ് ഈ സംസാരിക്കുന്നത്. പക്ഷെ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ആ ജേണിയിൽ നമുക്ക് ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാം, നമുക്ക് ബോധിച്ചതുപോലെ വ്യാഖ്യാനിക്കേണ്ട ഒരു ഭാഗമാണ് എസെക്കിയേൽ പുസ്തകത്തിലെ ആലയം. ഇന്ന് നമ്മൾ കാണുന്ന ആലയത്തെക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരാലയം യെരൂശലേമിൽ പണിയുമെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ, ഫ്യൂച്ചറിസ്റ്റ് ആളുകളും വാദിക്കുന്നുണ്ട്. വളരെ രസകരമായ രീതിയിലാണ് ഇവർ നറേഷൻ കൊണ്ടുവരുന്നത്. പക്ഷെ ഇതൊന്നും വേദപുസ്തകത്തിന്റെ റെഫറൻസ് ഇല്ല. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാൽ മതി. ഇദ്ദേഹം എടുക്കുമ്പോൾ വേർഡ് ഓഫ് ഗോഡിന്റെ റെഫറൻസുകൾ, അതിനെ പിന്താങ്ങുന്ന വാക്യങ്ങൾ ഒന്നും തന്നെ എടുക്കുന്നില്ല. ഒരു ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ് എന്ന് പറയുന്നു, അതിന് യെസ് പറയുന്നു, അത് കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് തുടർന്ന് നോക്കാം. ഇത് യെരൂശലേമിൽ ആലയം പണിയും. അപ്പോൾ ആലയം പണിയണമെങ്കിൽ എന്താണ് അതിന് മുമ്പ് സംഭവിക്കേണ്ടതെന്നാണ് ആ കർത്താദാസൻ എന്താ പറയുന്നത്, നമുക്ക് നോക്കാം. ഇനി പണിയാനിരിക്കേണ്ട യെരൂശലേം ദേവാലയത്തിന്റെ സ്ട്രക്ചറും ഇദ്ദേഹം ഇപ്പം കാണുന്ന യെരൂശലേം ദേവാലയത്തിന്റെ സ്ട്രക്ചറും ഒന്ന് തന്നെയാണ്. ദാറ്റ് മീൻസ് ആലയം ഇതുവരെ പണിയപ്പെട്ടിട്ടില്ല. ആ ആലയം പണിയപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നടക്കേണ്ടതായ സംഭവങ്ങളുണ്ട്. അതിന് മുമ്പ് നടക്കേണ്ട ഒന്നാമത്തെ സംഭവം ദൈവസഭയുടെ ഉൽപ്രാവണം, റാപ്ചർ ഓഫ് ദ ചേർച്ച് ആണ്. റാപ്ചർ ഓഫ് ദ ചേർച്ച് കഴിഞ്ഞിട്ട്, റാപ്ചർ ഓഫ് ദി ഞാൻ ഇച്ചിരി സ്ലോ ആവുകയാണ്. കാര്യം വെച്ചാൽ ശ്രദ്ധിക്കണേ, ആ യെരൂശലേം ദേവാലയം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്ന കൺഫ്യൂഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ ദേവാലയം നിർമ്മിക്കണമെങ്കിൽ ഇവിടെ നടക്കേണ്ട ആദ്യത്തെ സംഭവം എന്താണ്? സഭ ഇവിടുന്ന് എടുക്കപ്പെടണം. ഈ സഭ ഇവിടുന്ന് എടുക്കപ്പെടണം എന്ന് പറയുന്നത് തന്നെ ഒരു മിത്തോളജിയാണ്. അതൊരു വെറും കെട്ടുകഥ. ഇതിപ്പോൾ പറഞ്ഞ ഉടനെ ഇവർ നമ്മളെ പരിഹസിക്കും, ചിരിക്കും. നമുക്കറിയത്തില്ല, ഒരു മണ്ണാങ്കട്ടെ നമുക്കറിയത്തില്ല. ഇപ്പൊ റാപ്ചർ ഇല്ല എന്ന് എൻ്റെ പൊന്നു ചേട്ടായി, റാപ്ചർ എന്ന വാക്കുപോലും ബൈബിളിലില്ല. ഇപ്പൊ റാപ്ചർ എന്ന വാക്കുപോലും ബൈബിളിൽ ഇല്ലെങ്കിൽ
അങ്ങനെ റാപ്ചർ എന്ന വാക്ക് പോലും ബൈബിളിൽ ഇല്ല എന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് പറയാനാ നമ്മളെ ദൈവം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഉള്ള കാര്യം പോലും വിശ്വസിക്കാൻ ആളുകൾ തയ്യാറാകുന്ന സമയത്ത് ഇല്ലാത്ത കാര്യങ്ങൾ കഥയുണ്ടാക്കുക എന്ന് പറയുന്നത് അല്പം വേദപുസ്തകത്തിന് വിരുദ്ധമാണ്. ഇന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ വേദപുസ്തകത്തിന് അങ്ങേയറ്റം വൈരുദ്ധ്യമുള്ള കാര്യമാണ്. അപ്പം റാപ്ചർ നടന്നെങ്കിൽ മാത്രമേ, അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ റാപ്ചർ നടന്നിട്ടൊക്കെ എന്താണ് കഥയെന്ന് നോക്കി. വളരെ രസകരമാണ് കേൾക്കാൻ, സമയം ഇരുന്ന് കേൾക്കുക. നോക്കി, നമ്മുടെ ഓഡിയൻസ് പെട്ടെന്ന് അങ്ങ് ക്യാപ്ചർ ചെയ്യണം. ഓക്കെ എല്ലാവരും ഓക്കെ. അല്ല, ചിലര്. പക്ഷെ നമ്മളെ എല്ലാവരും ക്യാച്ച് ചെയ്യണമല്ലോ. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതല്ലേ. അല്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വരുന്നവർക്ക് മാത്രമല്ല നമ്മൾ പറയുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവില്ലേ. അവർ അടുത്ത ദിവസം ഇത് ക്ലാസ് എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അതെ. ഞാൻ പറയുന്നത് കേട്ടിട്ട് കുറിച്ചെടുത്തിട്ട് ഒരു ബൈബിൾ ക്ലാസ് ഇറങ്ങുന്ന ചർച്ചയിൽ എങ്കിലേ എനിക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ആരെങ്കിലും ഇതിൻ്റെ താഴെ ഒന്ന് പറയാം, സാറേ സാറിൻ്റെ ക്ലാസ് കേട്ട് ഞങ്ങൾ അതുപോലെ എഴുതിയെടുത്ത് കഴിഞ്ഞ ദിവസം ചർച്ച ഞങ്ങൾ ബൈബിൾ ക്ലാസ് ഇട്ടു എന്ന് പറഞ്ഞാൽ ദെൻ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് മാൻ അണ്ടർ ദ സ്കൈ. അപ്പോൾ നമ്മൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഇദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് കേൾക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം അതാണ് ഒരു സ്റ്റുഡന്റിന്റെ ഉത്തരവാദിത്വം. പഠിപ്പിക്കണം, നിങ്ങളത് നിശ്ചയമായിട്ടും പഠിപ്പിക്കണം. അത് ആ ദൈവദാസനോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മാന്യതയായിരിക്കും. അദ്ദേഹം ചെയ്യുന്ന ആ പ്രയത്നത്തിന് നിങ്ങൾ നൽകുന്ന പ്രതിഫലവുമായിരിക്കും. ദയവായിട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ. ആണ് ഈ അലസ്ക മോസ്കിൻ്റെ അവിടെ യഹൂദന്റെ മൂന്നാമത്തെ ടെമ്പിൾ പണിയാനുള്ള എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. തേർഡ് ടെമ്പിളിന്റെ എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. അലാസ്ക മോസ്കിന്റെ തൊട്ടടുത്ത് യെരുശലേമിന്റെ മൂന്നാമത്തെ ദേവാലയം പണി. ഇത് നമ്മുടെ ചിരകാല സ്വപ്നമായിട്ട് പെന്തക്കോസ്ത ബ്രദറൻ സമൂഹം കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ദേവാലയത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ കല്ല് വരെ കുത്തുപണി നടത്തിയിരിക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ഞാനും ഈ സംഭവത്തിന്റെ കുറേ പോയതാണ്. ഞാൻ ഈ റെഡ് ഹൈഫറിനെ പിടിക്കാൻ പോയതും മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ നീലനൂല് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ പോയതും പിന്നെ അവിടുത്തെ ദേവാലയത്തിന്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ പോയ കാലഘട്ടങ്ങൾ, പിന്നെ ജെനറ്റിക്കൽ സ്റ്റഡി, ഇതെല്ലാ മേഖലയിലൂടെയും ഞാൻ കടന്നുപോയ ശേഷം ഒടുവിൽ ഞാൻ മനസ്സിലാക്കി ഇത് വെറും ഫൂളിഷ്നെസ് ആണ്. കാരണം നമ്മൾ വേദപുസ്തകം മനസ്സിലാക്കാതെ യഹൂദന്റെ പുറകെ നടക്കും. യഹൂദൻ എന്ന് പറയുന്ന സംഭവം ഇന്ന് വേദപുസ്തകത്തിൽ പ്രസക്തിയുള്ള കാര്യമല്ല. നമ്മളെ ആളുകൾ എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ ക്ലോക്കാണ്. ലോകത്തിന്റെ ക്ലോക്കും അല്ല, ലോകത്തിന്റെ ഭരണിയല്ല, ലോകത്തിന്റെ നടുവിലുള്ള ഒരു തീവ്രവാദ കൂട്ടം, അത്രേ ഉള്ളൂ. ആദ്യം മനസ്സിലാക്കുക, ദൈവമില്ലാത്ത നിരീശ്വരവാദികളായ, ദൈവം നിന്ദിക്കുന്ന, മിശിഹാമ്പരാനെ ഇന്നും സ്വീകരിക്കാത്ത പാഗൻ റിലീജിയനിൽപ്പെട്ട ഒരു ദൈവികമായ ഈ ലോകത്ത് വഴക്കാളികളായ ഒരു കൂട്ടം ആളുകൾ, അടിക്കടി, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടി വാങ്ങി ചത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നീ മന്നൗത്തിയാണ്. നീ പിന്നാരാ? നീ ദൈവത്തിന്റെ രണ്ടാം കെട്ടിലുണ്ടായ മകനും യഹൂദൻ ദൈവത്തിന്റെ ഒന്നാം കെട്ടിൽ മകനുമാണ്. എൻ്റെ നാട്ടുഭാഷ ചോദിക്കുക കേട്ടോ. ഇനി ഇതിന്റെ ഭാഷ ശരിയല്ലെന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ അറിയത്തില്ല. യേശുക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചവന്റെ വിശുദ്ധ സഭ ഭൂമിയിലേക്ക്, ആ വിശുദ്ധ സഭ ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ആളുകൾ ദൈവത്തിലേക്ക് വരുന്നുണ്ട്, ഇന്നും വരുന്നുണ്ട്. ഈ ബോധമില്ലാതെ നമ്മൾ യഹൂദൻ ദൈവത്തിന്റെ ജനം അല്ല. യഹൂദനോടുള്ള ദൈവത്തിന്റെ പ്രോഗ്രാം അവസാനിച്ചു. നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റുകാർ ഇനി എത്രയും തലയും കുത്തി നിന്ന് ജനത്തെ കബളിപ്പിച്ചാലും പറ്റത്തില്ല. ഞങ്ങൾ മറുസൈഡിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. യഹൂദൻ എന്ത് വിശേഷത, പൗലോസിന്റെ ഭാഷ, യഹൂദൻ എന്ത് വിശേഷതയുള്ളൂ? യഹൂദൻ ഒരു വിശേഷതയില്ല. അബ്രഹാമിന്റെ ജഡത്തിൽ ജനിച്ച മക്കളല്ല യഹൂദർ. പൗലോസിന്റെ ലേഖനം വായിച്ചു നോക്ക്. യഹൂദൻ ഒരു വിശേഷവുമില്ല. യഹൂദന്റെ പള്ളിപ്പണിയുമായിട്ടും ദൈവത്തിന് ബന്ധമില്ല. ഇന്നവിടെ നടക്കുന്ന യുദ്ധവുമായി. അതുകൊണ്ടല്ലേ എവിടെ ജയിച്ചു യഹൂദൻ? എവിടെയാണ് യഹൂദൻ ജയിച്ചത്? ഗാസയിൽ ഒന്നും ജയിച്ചില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1250 ചത്തുപോയില്ലയോ, കൊണ്ടുപോയില്ലേ? അപ്പൊ ഇസ്രായേലിന്റെ പരിപാലനം ഉറങ്ങിപ്പോയോ? ചോദിക്കുക. കൊണ്ടുപോയതിനെ മൊത്തത്തിനെ ഒന്നിനെ പോലും നഷ്ടമാക്കാതെ തിരികെ കൊണ്ടുവന്ന ദാവീദ് രാജാവിന്റെ ജനമല്ലേ? എത്ര ശവമാണ് തിരിച്ചു കിട്ടിയേ? എത്ര പേര് ജീവനോടെ കിട്ടി?
നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു ആക്യുറസി വേണം. ദൈവത്തിന്റെ മാർഗത്തെ, സുവിശേഷ മാർഗത്തെ ഇമാതിരിയുള്ള ലോക നിലവാരത്തിൽ ലോക തോൽവിയുമായിട്ട് കമ്പയർ ചെയ്യരുത്. യഹൂദൻ അനുഗ്രഹിക്കപ്പെട്ടവനാ ഏതെങ്കിലും സാമ്പത്തികമായിട്ടും ശാസ്ത്രീയമായും ബുദ്ധിപരമായിട്ടും എല്ലാ നിലയിലും മാനവരാശിക്ക് ധാരാളം സംഭാവന ചെയ്ത ഒരു നല്ല ജനവിഭാഗമാണ്. ഒരിക്കൽ അവർ ദൈവത്തിന്റെ ജനമായിരുന്നു, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പാർത്തു. ഇന്നവർ പാർക്കുന്ന നാട് ദൈവത്തിന്റെ സ്വന്തം അല്ല. ഈ പണ്ഡിതന്മാരും ഈ അല്ലാത്തവരും ഈ കേൾക്കുന്ന സ്റ്റുഡൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. യഹൂദന്റെ നാട് ഇന്ന് ദൈവത്തിൻ്റെതല്ല. വേണ യഹൂദം വാങ്ങിച്ചെടുത്തു, അടികൂടിയോ യുദ്ധം ചെയ്തോ വാങ്ങിച്ചു. ദൈവം തമ്പുരാന്റെ നാടല്ലത്. ഇതെന്താ അറിയുമോ? ഇത് തുടക്കം മുതലേ ഇവർക്ക് ഇത് അറിയാമേ തന്നെ. കാരണം ഇവർ ആരംഭം മുതൽ പഠിക്കുന്നത് തെറ്റാട്ട, ഉൾട്ടയായിട്ടാ പഠിക്കുന്നത്. ഞാനും അങ്ങനെ ഉൾട്ടയായിട്ട് ഞാൻ പഠിച്ചില്ല, എന്നെ പഠിപ്പിച്ചേ അങ്ങനെ. അപ്പൊ ഞാൻ അതിനനുസരിച്ച് നിന്ന് ദൈവം തന്റെ കൃപയാൽ നമുക്ക് നൽകുന്ന ഒരു ഭാഗ്യമാണ് ഇതുപോലുള്ള കറപ്ഷൻസിൽ നിന്ന് പുറത്തു വരാൻ. മറ്റു ഒരുപാട് വഴികൾ സ്വർഗം തുറന്നു തന്നതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബാക്കി കൂടെ കേൾക്കാം, നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആ തേർഡ് ടെമ്പിളിന്റെ എഗ്രിമെന്റ് ഉണ്ടായി, പണി അങ്ങോട്ട് തുടങ്ങി. ഇറ്റ് ടേക്സ് 3.5 years to complete. അത്രയും വർക്ക് അതിനകത്തുള്ളത്. ശ്രദ്ധിക്കണേ, അടുത്ത 3.5 വർഷം കൊണ്ട് ദേവാലയത്തിന്റെ പണി കഴിയും. ഒത്തിരി വർക്കുണ്ട്. ഇവരൊക്കെ ഇത് എവിടുന്ന് എടുത്തതെന്നൊന്നും പറയരുത്. അത് അവനവന്റെ പുസ്തകം 16 അധ്യായം 25 വാക്യമൊക്കെ ആയിരിക്കും. അല്ലാതെ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് 3.5 വർഷം കൊണ്ട് ഇങ്ങനെ ആന്റി ക്രൈസ്റ്റിലോട്ട് വന്നിട്ട് ആഫ്റ്റർ ദ റാപ്ചർ ഒരു സഭ പണിയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ സംശയം ചോദിക്കുമ്പോൾ, സംശയം ലോകത്തോട് പറയുമ്പോൾ ഈ ജനങ്ങൾ ഇതെല്ലാം കേൾക്ക്, ശ്രദ്ധിക്കൂ. അല്ലെങ്കിൽ ഈ എബ്രായ പട്ടം മാറ്റിവെക്കണം. ഞാൻ എബ്രായ പണ്ഡിതനാന്നുള്ള അവകാശവാദം മാറ്റിവെക്കണം. ഇത് ഞാൻ അദ്ദേഹത്തോടുള്ള നേരിട്ട് സംസാരിക്കുക. താങ്കൾ മാറ്റിവെക്കണം. താങ്കൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നീ ആരാ, ഞാൻ ഇന്നാളാ, മതി. ആ ഐഡന്റിഫിക്കേഷനും തരം താഴ്ത്തലും മുദ്രകുത്തലൊന്നും വേണ്ട. താങ്കൾ ഒരു യഥാർത്ഥ എബ്രായ പണ്ഡിതനെങ്കിൽ ഒന്നാമത് നിങ്ങൾ ഈ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞ ആനമണ്ടത്തരത്തിന്റെ പുറകിൽ പോകത്തില്ലായിരുന്നു. നിങ്ങൾ അതിമാസം ഫ്യൂച്ചറിസം എന്ന ആനമണ്ടത്തരം ലോകത്തിൽ കൊണ്ടുവന്നത് യഹൂദനല്ല. ഈ ഫ്യൂച്ചറിസം എന്നത് കൊണ്ടുവന്നത് ഡാർബിയാണ്. ഡാർബിയുടെ വാലും പിടിച്ച് ഇവിടുത്തെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ് ഇത് കൊണ്ടുവന്നത്. പിൽക്കാലത്ത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ് ഈ തെറ്റായ പഠിപ്പീര് യഹൂദന്റെ കാതിലും എത്തിച്ചത്. ആ പാവങ്ങൾ എവിടെയോ ചിതറിക്കിടന്നവരെ പിടിച്ച് വീണ്ടും ഇനി ഇസ്രായേലിൽ കൊണ്ടുവന്നത് ഈ ക്രിസ്ത്യാനികളാണ്, ഈ ബോധം കെട്ട ക്രിസ്ത്യാനികൾ. ഈ ഭാവിയിൽ എന്തോ ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ജനത അവിടെ ഇവിടെയെല്ലാം മര്യാദയ്ക്ക് താമസിച്ച് ലോകത്തിലെല്ലാം പ്രയോജനപ്പെട്ടവരായി ജീവിച്ചു. അവർ അലഞ്ഞു തിരിഞ്ഞു. പക്ഷേ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇന്ന് എവിടുന്ന ഓടിച്ചു വിടുന്നില്ലല്ലോ. അവർക്ക് ഓരോ നാട്ടിൽ സെറ്റിലായി, അമേരിക്കയിൽ സെറ്റിലായി, യൂറോപ്പിൽ സെറ്റിലായി, പല രാജ്യങ്ങളിൽ സെറ്റിലായി. അവർ ആ നാടിന് പ്രയോജനമുള്ളത് ചെയ്ത് മനസമാധാനത്തോടെ ജീവിക്കുക. അവരെല്ലാം കൂടെ 1948 ദൈവത്തിന്റെ വാക്തത്വ ഭൂമിയാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയത് വേദവസ്തു അറിയാത്ത മരമൊണ്ണകളായ ക്രിസ്ത്യാനികൾ. അതാദ്യം മനസ്സിലാക്കണം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 3.5 വർഷം കൊണ്ട് ദേവാലയം ഉണ്ടാക്കുമെന്ന് എവിടെ അന്ന് വാക്യം കാണിച്ചു തരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. 3.5 years കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത്, അതിനകത്ത് കുഞ്ഞാടിനെ യാഗം കഴിക്കണം. അതിനു മുമ്പ് റെഡ് ഹെയ്ഫർ ഉണ്ടല്ലോ, ചുമന്ന പശു, അതിനെ കൊന്ന് ചാരം ഉണ്ടാക്കി ശുദ്ധജലം ഉണ്ടാക്കി തളിക്കണം. ഇതാണ് പ്രശ്നം. യേശുക്രിസ്തു ചുമ്മാ വന്നേ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട് വെറുതെ വന്നു. വെറുതെ ഇവന്റെയൊക്കെ കയ്യിരിക്കുന്ന അടിയും വാങ്ങിച്ച് കെട്ടി, രോമം വലിച്ചു പറിച്ച്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കാൽവറി കുരിശി തൂങ്ങി, കുഞ്ഞാട് കൊല്ലപ്പെട്ടിട്ട്, എന്നിട്ടും ദൈവത്തിന്റെ പ്രോഗ്രാമിൽ പാവപ്പെട്ട മൃഗത്തിന്റെ കഴുത്തറക്കണം. ഞാൻ ഈ മില്ലേനിയം ടെമ്പിളിനെ കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചും കൃത്യമായൊരു വിശദീകരണം തരാം, നിശ്ചയമായിട്ടും തരും. അതിനെക്കുറിച്ച് വേർഡ് ഓഫ് കോഡ് വെച്ച് തന്നെ മറുപടി തരാം. മറുപടിയല്ല, ആ ഒരു സ്റ്റഡി തരാം. എനിക്ക് മറുപടി കൊടുക്കുന്ന പരിപാടിയാണ് നിർത്തി. ആർക്കും മറുപടിയല്ല കേട്ടോ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം പബ്ലിക്കിൽ ഇട്ടത് കൊണ്ട്, ഇത് എൻ്റെ ഭാഗത്ത് എത്തിയത് കൊണ്ട്, എനിക്കത് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നുമല്ല കേട്ടോ. അദ്ദേഹം വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്തൊന്നും ചെല്ലാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അദ്ദേഹത്തിന്റെ ബൈബിൾ സ്കൂളിൽ തന്നെ 100 കണക്കിന് ആളുകൾ പഠിക്കുന്ന ഒരു സ്കൂൾ അദ്ദേഹത്തിനുണ്ട്. എൻ്റെ കൂടെ നേരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. പക്ഷേ
നമ്മൾ ആശയം കൊണ്ട് നിൽക്കുമ്പോൾ ആശയത്തോട് നിൽക്കണം. അതാണ് ആണുങ്ങൾ. അതായിരിക്കണം തൻ്റെ ഇടം. അതായിരിക്കണം അപ്പോസ്തലികത. യേശു അങ്ങനെ ആയിരുന്നു, അപ്പോസ്തലന്മാർ അങ്ങനെ ആയിരുന്നു. സോ ഞാൻ ഈ പറയുന്നത് തിരുവെഴുത്തനുസരിച്ച് തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്താം. 100% താങ്കൾ തിരുത്തത്തില്ല, അതെനിക്കറിയാം. കാരണം ബന്ധക്കോസുകാർക്ക് ഞാൻ പറയുന്നതിന് മറുപടി ഇല്ല. മറുപടി പറഞ്ഞാൽ അവരുടെ ചീട്ടുകൊട്ടാരം കീറിപ്പോവും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു നോക്കുക. ഇനി ബാക്കി ഭാഗത്തേക്ക് നോക്കാം. ഓൾറെഡി റെഡ് ഹൈഫറിനെ കൊന്ന് ചാരം ഉണ്ടാക്കി ശുദ്ധജലം ഉണ്ടാക്കി. മനസ്സിലായോ? റെഡ് ഹൈഫർ വേണം, ചുമന്ന പശു. നമ്മുടെ സംഖ്യാപുസ്തകം 19 അധ്യായത്തിനകത്ത് യെരൂശലേമിന് പുറത്തെ വാതിൽ, ഔട്ടർ ഗേറ്റിൽ കൊണ്ടുവന്ന് കൊന്ന് ഈസോപ്പ് തടി, ഈസോപ്പ്, ചുമന്ന നൂല്, പിന്നെ ദേവദാരു, ഇങ്ങനെ 3 വസ്തുക്കൾ കൊണ്ടിട്ട് കത്തിക്കണം. ഫുൾ കത്തിച്ചതിന്റെ ചാരമെടുത്ത് ഒരു വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം ഒരു പുരോഹിതൻ. ആ വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ച പുരോഹിതൻ തന്റെ അങ്കി കഴുകണം. അങ്കി കഴുകിയിട്ട് ശുദ്ധമാകണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ചാമ്പലാണ് പിൽക്കാലത്ത് യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് വരികയും ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ, കുറ്റം ചെയ്യുമ്പോൾ, അവരെ മാലിന്യപ്പെടുമ്പോൾ വെള്ളത്തിൽ തളിച്ച് ഇവരെ കുളിക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എബ്രായ ലേഖനത്തിൽ, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കുമ്പോൾ അവിടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മിക്വായ്ക്ക് വേണ്ടിയുള്ള 6 കൽപാത്രം ഇതുമായി ബന്ധപ്പെട്ടതാണ്. റെഡ് ഹൈഫറുമായി അത് ക്രിസ്തുയേശു അന്ന് തന്നെ തീർത്തു. മനസ്സിലാവുന്നുണ്ടോ? ഈ ചുവന്ന പശുവിന്റെ കഥ അന്ന് തീർന്നു. എന്ന് തീർന്നു? കാനാവിലെ കല്യാണത്തിന് അന്ന് തീർന്നു. കാനാവിന്റെ കല്യാണത്തിനന്ന് ഏത് കൽപാത്രത്തിലാണോ ഈ ചാമ്പലിട്ട് ശുദ്ധീകരണം നടത്തുന്നത്, ആ ശുദ്ധീകരണ പാത്രത്തിനകത്ത് പച്ചവെള്ളം ഒഴിപ്പിൻ, ഞാൻ അതിനെ വീഞ്ഞാക്കി മാറ്റാമെന്ന് പറഞ്ഞ് റെഡ് ഹൈഫർ തന്നെ അതിനെ റെഡ് വീഞ്ഞാക്കി അങ്ങ് മാറ്റിയിട്ട് പുതുനിയമത്തിന്റെ സ്ഥാപനം ആരംഭിക്കുക. എന്നിട്ട് ഇനിയും പുതിയ നിയമം മൊത്തം തീർന്നു, പെർഫെക്റ്റായി. ഓൾഡ് കവനന്റ് മുഴുവൻ നീങ്ങിപ്പോയി, എല്ലാം ഫുൾഫിൽ ആയിട്ടും ഇനിയും ആടിന്റെ കഴുത്തറുത്ത് രക്തം വാങ്ങാൻ അവിടെ വല്ല ഭദ്രകാളി എങ്ങാനായിരിക്കും വന്നിരിക്കുന്നത്. യഹോവയായ ദൈവമായിരിക്കത്തില്ല. ഭദ്രകാളിയെ സ്നേഹിക്കാറുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. സാധാരണ അവർക്ക് എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വപുത്രനെ കാൽവറിയിൽ നൽകിയിട്ട് എല്ലാ റിച്വൽസും അവസാനിച്ചിട്ട് ഇന്നും റെഡ് ഹൈഫർ വേണം. ഇത് അദ്ദേഹം പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം. ഇത് അങ്ങനെ അല്ലാതെ യഹൂദൻ ചെയ്തു എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ പർപ്പസ് വേണ്ടേ? അതിനകത്ത് ദൈവത്തിന്റെ പർപ്പസ് വേണ്ട. അപ്പോൾ ദൈവം അനുവദിച്ചില്ലെന്ന് പറഞ്ഞാലും പിന്നെന്തിനാണ് കഴുത്തിറക്കാൻ പറയുന്നത്? ഞാൻ പോയിട്ടുണ്ട് ഈ റെഡ് ഹൈഫറിന്റെ റിസർച്ചിനകത്ത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. അവസാനം മനസ്സിലായി ഇത് നമ്മുടെ ജീവിതം കളയുന്ന കാര്യമാണ്. ഇതിനകത്ത് കഥയൊന്നുമില്ല. റെഡ് ഹൈഫർ ബാക്കിയൊക്കെ നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ടോ. നമുക്ക് ബാക്കി പറഞ്ഞു വരാം. ഉണ്ടാക്കി ഓൾറെഡി. ഇനി ബാക്കി പശുക്കൾ ക്യൂ നിൽക്കുക അവിടെ. ഒരെണ്ണത്തെ വെട്ടിയിട്ട് മാവെടുത്ത് വെച്ചിരിക്കുക ചപ്പാത്തി ഉണ്ടാക്കാൻ. സഹോദര, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയൊന്നുമില്ല. എനിക്കറിയാൻ വേദിക്കുക. റെഡ് ഹൈഫറിനെ അവിടെ എല്ലാം കത്തിച്ച് വെച്ചിരിക്കുകയാണ് യഹൂദൻ. അവർ റെഡ് ഹൈഫറിനെ അല്ല, അവരെ നാട് മൊത്തം കത്തിച്ച് ചാമ്പലാക്കി വെച്ചാലും ഇതൊന്നും സ്വർഗീയ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമല്ല. കാരണം ഓൾഡ് കവനന്റ് ഈസ് പാസ്ഡ് അവേ. ഓൾഡ് കവനന്റ് ഈസ് പാസ്ഡ് അവേ. ദ ന്യൂ കവനന്റ് ഹാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. സംഭവിച്ചു കഴിഞ്ഞു, സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, വരട്ടെ അങ്ങോട്ട്. ആവശ്യത്തിന് കൊന്ന് ശുദ്ധജലം എടുക്കുന്നതിന് വേണ്ടി. അതായത് ഈ കൺസെപ്റ്റ് തുടങ്ങുന്ന മോശയുടെ കാലമല്ലയോ? മോശയുടെ കാലം മുതൽ യെരൂശലേം ദേവാലയം ലാസ്റ്റ് ടെമ്പിൾ ഇടിയുന്നത് വരെ 8 പശുക്കളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ശുദ്ധജലം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള പശുക്കളെ കംപ്ലീറ്റ് ചുമന്ന ഒരു ബ്ലെമിഷും ഇല്ലാതെ 8 പശുക്കളെ 1500 വർഷം കൊണ്ട് കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുള്ളൂ എന്നല്ല, ആ അത്രയും വർഷത്തിനിടയ്ക്ക് അത്രയും പശുക്കളെ മാത്രമേ കൊല്ലേണ്ടി വന്നിട്ടുള്ളൂ. ഇഷ്ടംപോലെ പശുക്കൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ റോങ് ഇൻഫർമേഷൻസ് ആണ്. വേണേ സാറിന് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിലിന്റെ മൊത്തം അങ്ങ് തരാം. സാറിന് തരാം. കണ്ടിട്ടുള്ളതെന്നല്ല, 7 or 8 എനിക്ക് തോന്നുന്നു, അത്ര ആ നമ്പർ തന്നെ തെറ്റാണെന്ന് തോന്നുന്നു. അത്രയും മൃഗത്തെ മാത്രമേ അറക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം ശലോമോന്റെ ആലയം 960കളിൽ ആരംഭിക്കുന്നു BC. അതിനുശേഷമുള്ള കാലങ്ങളിൽ ദേവാലയം 586 ആയപ്പോഴേക്കും തകർന്നുപോയി. പിന്നെ അത് പണിത് വരുമ്പോഴത്തേന് കുറെ പ്രവാസമൊക്കെ കഴിഞ്ഞു വന്നു. പിന്നെ ആലയമാരുടെയാ? സെരുബാബേലിന്റെ ആണ്. എസ്രാ നെഹമ്യാവ് സെരുബാബേൽ പണിയുന്ന ആലയം, അതിനെ പുതുക്കി പണിയുന്ന ഹെറോദാവ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ജനങ്ങൾ
കൃത്യമായ ടെമ്പിൾ റിച്വലിന്റെ പുറകിലല്ല. 7 8 ആ മൃഗങ്ങളെ കൊന്നു ഇരുന്നു. ഇഷ്ടംപോലെ ചുമന്ന പശുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ തെറ്റായ ഇൻഫർമേഷൻസാ. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനത്തെ 6 പശുക്കളെ ഓൾറെഡി എരിശിലേമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു. എരിശിലേമിലല്ല, അന്ന് ഇത് കൊണ്ട് പണിതിരുന്നതായ പിന്നെ ഷീലോ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞു. അവിടെ ഒരു ഫാമിൽ കെട്ടിയിരിക്കുക. അതിലൊരു പശുവിനെ കഴിഞ്ഞതൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ശുദ്ധജലത്തിന് വേണ്ടി അതിനെ ബേൺ ചെയ്തു. അതിന്റെ ഇതൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കണേ. ശുദ്ധജലത്തിന് വേണ്ടി വിഷയാടെ ചങ്കി കൂടെ രക്തവും വെള്ളവും ഒഴുകി മനുഷ്യനെ രക്ഷിക്കുന്ന നിർമ്മല ജലം ഭൂലോകം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്നും പച്ചവെള്ളത്തിനകത്ത് ചാമ്പല് കലക്കി ശുദ്ധീകരണം വരുത്തുന്ന ചിന്താഗതിയിൽ നിന്ന് ഇവർ മാറിയിട്ടില്ല. കാരണം പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പഴയ നിയമസഭയുടെ അവശിഷ്ടമാണ്. ഞാൻ പെന്തക്കോസ്ത് വിരോധിയാൻ താഴെ വന്ന് കമന്റ് ഇടണ്ട. നിങ്ങൾ ഇന്ന് വരെ പുതുനിയമം കണ്ടിട്ടില്ല. നിങ്ങൾ പുതിയ നിയമ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇത്രയും ഇങ്ങനെ പോയി 150 വർഷം കൊണ്ട് നിങ്ങൾ അധോഗതിയിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ ന്യൂ കവനന്റാ പറയുന്നത്. ന്യൂ കവനന്റ് അല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഓൾഡ് കവനന്റിന്റെ അവശിഷ്ടമാണ്. നിങ്ങളുടെ അന്യഭാഷ, നിങ്ങളുടെ പ്രവചനം, നിങ്ങളുടെ രോഗശാന്തി, നിങ്ങളുടെ ഭൂതശാന്തി, നിങ്ങളുടെ പള്ളി, നിങ്ങളുടെ തുള്ളൽ, ഇത് മുഴുവൻ നിങ്ങളുടെ ആരാധനക്രമം എല്ലാം പഴയ നിയമത്തിന്റെ അവശിഷ്ടമാണ്. നിങ്ങളുടെ പ്രത്യാശ പഴയ നിയമത്തിന്റെ അവശിഷ്ടമാണ്. നിങ്ങൾ പുതുനിയമത്തിൽ ഇന്ന് വരെ രക്ഷയുടെ മഹത്വം കണ്ടിട്ടില്ല. സങ്കടമുണ്ട് എനിക്ക് കാര്യങ്ങൾ പറയാം. കാരണം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേർ ഇതിനകത്ത് കിടപ്പുണ്ട്. എടോ, ചങ്കിന്ന് ചോര കൊടുത്തിട്ടും അവസാനത്തോടെ രക്തം വരെ ഊറ്റിക്കൊടുത്ത് അവിടെ നിന്ന് നിർമ്മല ജലം ഒഴുകി ഹെവനിൽ കാൽവറിയിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുന്ന ആത്മാവിന്റെ നദി എൻ്റെ മേലും നിങ്ങളുടെ മേലും ഇന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്നും പശുവിന്റെ ചാമ്പല് കലക്കി ഭസ്മം കലക്കി അതിനെ വിശുദ്ധജലമെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തോന്ന് അറിയാമെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമ്മൾ എന്ത് മനസ്സിലാക്കി അതിനകത്ത് എന്തോ പുണ്യം കാണുന്നത് പോലെ അതിനെ ശുദ്ധജലം എന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളുടെ വീടിനകത്ത് ഞാൻ ഒരു പാത്രത്തിനകത്ത് കുറച്ച് ചാമ്പൽ കൊണ്ട് തന്നാൽ അതിന് ശുദ്ധജലം തരുമോ? അത് ശുദ്ധമാകുമോ? ശുദ്ധമാകും. ആർക്കതറിയോ? ഇവിടുത്തെ ഹൈന്ദവരോട് ചോദിച്ചു നോക്ക്, മറ്റിതര മതസ്ഥരോട് ചോദിച്ചു നോക്ക്. അവിടെ അവരുടെ വിഗ്രഹത്തെ കഴുകുന്ന വെള്ളം അവർ കുടിക്കും. ആ ഭസ്മം വിടുന്ന വെള്ളം കുടിക്കും. ഇത് റിച്വൽസ് ആണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചോളം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ സംബന്ധിച്ചോളം, കിങ്ഡം സിറ്റിസിനെ സംബന്ധിച്ചോളം ഇത് വെറും മണ്ടത്തരമാണ്. ഓക്കെ, ബാക്കി അദ്ദേഹം പറയട്ടെ, നമുക്ക് നോക്കാം. എടുത്തു കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുവാന്നിരിക്കട്ടെ, അല്ല സഭ എടുക്കപ്പെടുവാന്നിരിക്കട്ടെ. സഭ ഇന്ന് എടുക്കപ്പെട്ടാൽ അടുത്തത് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുക. 2 രീതിയിലുണ്ടാകും. എഗ്രിമെന്റ് സൈൻ ചെയ്താൽ പിന്നെ സഭ എടുക്കപ്പെടുക. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യുക. അങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്യാം. അതിനുവേണ്ടി നോക്കിയിരിക്കുക. എൻ്റെ പൊന്നെ, ആരെങ്കിലും പോയി എഗ്രിമെന്റ് സൈൻ ചെയ്യും, ഒന്ന് എടുക്കപ്പെടട്ടെ. എഗ്രിമെന്റ് സൈൻ ചെയ്താൽ സഭ എടുക്കപ്പെടും. സഭ എടുക്കപ്പെട്ടാൽ എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴ്മയോടെ പറഞ്ഞു, പ്ലീസ് എത്രയും വേഗം ഒരു എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്യണം. കൂട്ടത്തിൽ തടി ഇവരെയും ആ മാമൻ പാസ്റ്ററേയും ആ ചാത്തൻ പാസ്റ്ററേയും എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾ ദയവ് ചെയ്ത് ഈ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്യണം. എൻ്റെ പ്രിയ ബെഞ്ചമിൻ നെതന്യാഹു, താങ്കൾ ദയവായിട്ട് ഒന്നത് ചെയ്യണം. കാരണം എന്താ പറയുമോ, ഈ റാപ്ചർ നടക്കണം. ഈ മാതിരിയുള്ളതെല്ലാം അങ്ങ് പറന്നു പോകുന്നത് നല്ലതാണ്. കാരണം അറ്റ്ലീസ്റ്റ് ദൈവത്തിന്റെ രാജ്യം ഇവിടെ കാണാം. കാരണം ദൈവരാജ്യം എന്നൊരു കോൺസെപ്റ്റ് ഇവർക്കില്ല. പറന്നു പോകും. അപ്പൊ ഈ രാജ്യം ഇവിടെ പോയി. ദൈവരാജ്യം, യേശുക്രിസ്തു എന്ന് പറഞ്ഞ അവന്റെ രാജ്യത്വത്തിന് അവസാനം ഇല്ലെന്നല്ല, അവന്റെ രാജ്യത്ത് ഇതുവരെ തുടങ്ങിയില്ലേ? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. ദൈവരാജ്യം കാണുന്നത് പോലെ അല്ല വരുന്നെന്ന് പറഞ്ഞു. ദൈവരാജ്യം വന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോളം മരണം ആസ്വദിക്കാതെ നിൽക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റ് ഓൾറെഡി കെയിം ഓൺ AD 70. കിങ്ഡം ഓൾറെഡി എസ്റ്റാബ്ലിഷ്. വേർ ഈസ് ദ കിങ്ഡം നൗ? കിങ്ഡം ഈസ് ഓൺ ദി എർത്ത്. ഈ റാപ്ചർ സംഭവിക്കുന്നെങ്കിൽ ഈ കിങ്ഡം എങ്ങോട്ട് പോകണം? മധ്യാകാശത്ത് പോയി നിൽക്കണം. ദൈവരാജ്യം ദാണ്ട മധ്യാകാശത്ത്. അത് വിശ്വസിക്കണം. ഇത് പറയുന്ന ഞാൻ നിരീശ്വരവാദിയല്ല, അഗ്നോസ്റ്റിക് അല്ല, ദൈവവിരോധിയല്ല, സഭാവിരോധിയല്ല. I am a follower of Christ. I believe that I am a child of God. ഈ റാപ്ചർ സംഭവിക്കുമ്പോൾ മുകളിലോട്ട് ഉടനെ സൈൻ ചെയ്യും. അപ്പൊ ആരെങ്കിലും പേന എടുക്കുമ്പോൾ ഓർത്തോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇതിനെക്കുറിച്ചുള്ള എഗ്രിമെന്റ് വരുന്നിട്ട് അന്ന് ഓർത്തോണം. പിന്നെ നിങ്ങൾ ജോലിക്ക് പോകരുത്, സ്കൂളിന് പോകരുത്, പഠിക്കാൻ പോകരുത്.
അടുക്കള ആഹാരം കഴിക്കാൻ പോലും പോരുത്. എഗ്രിമെന്റ് എന്ന് കേട്ടാൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഉപവാസമായിരുന്നു, കാരണം പറക്കാൻ റെഡി ആയിക്കോണം. ഇദ്ദേഹം അതിന് കൊടുക്കുന്ന ചിന്ത നോക്കി. ഇതൊക്കെ ഒരു നല്ല മുന്നറിയിപ്പാണ് കേട്ടോ. എഗ്രിമെന്റ് വന്നാൽ അപ്പം പിന്നെ അടുത്തൊരു ചോദ്യം, മനുഷ്യപുത്രം നിനയാത്ത നാഴിയെ വരുമെന്നും കൂടെ പറയിച്ചു. ഇപ്പൊ എഗ്രിമെന്റ് വന്നാൽ സഭ എടുക്കപ്പെടും, സഭ എടുക്കപ്പെട്ടാൽ എഗ്രിമെന്റ് വരും. അർത്ഥം നിനയാത്ത നാഴി എന്നൊരു സംഭവമൊക്കെ അങ്ങ് പോയില്ലേ. അപ്പൊ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുമെന്നുള്ളതിന് പകരം നമുക്ക് എന്തെഴുതണം? എഗ്രിമെന്റ് വരുമ്പോൾ. അപ്പൊ ഇനി എഗ്രിമെന്റ് എന്ത് സംഭവിക്കും? ഈ എഗ്രിമെന്റ് നിനയാത്ത നാഴികൾ സംഭവിക്കും. ഇനി അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നാളും നാഴിക അറിയത്തില്ലല്ലോ, ദൈവോത്തരം പോലും അറിയത്തില്ല. ദൈവോത്തരം പോലെ അവിടെ ബബ്ബ അടിച്ചോണ്ടിരിക്കുക, ഒന്നും അറിയത്തില്ല. അയ്യോ, ഞാൻ ഒന്നും അറിഞ്ഞില്ല കേട്ടോ, എന്നെ അങ്ങോട്ട് അയച്ചു, ഞാൻ ഇങ്ങോട്ട് വന്ന്, പോകുന്ന വഴിയൊന്നും എനിക്കറിയത്തില്ല, ആര് പറഞ്ഞു വിടുന്നു അറിയത്തില്ല. ഇമാതിരിയാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്നു. കഷ്ടം. സ്വർഗത്തിൽ ഇരുന്നിട്ട് 2000 വർഷമായിട്ടിരിക്കുക, അപ്പൊ പോകണമെന്ന് അറിയത്തില്ല, വണ്ടി വന്നോടെ ഇല്ല, പോകുന്നില്ല, അറിയത്തില്ല. അതെന്താ പോകാൻ? ദൂതന്മാർ ചോദിക്കുക, എന്താ കർത്താവ് പോകുന്നില്ല? അറിയത്തില്ല. എന്താ? പിതാവിനെ അറിയത്തുള്ളൂ, ടൈം ഇതുവരെ പറഞ്ഞില്ല. പിന്നെ ഇവിടെ കുത്തിയിരിക്കുന്നതിനാ? ചുമ്മാ ഇവിടെ ഇരിക്കുക, വലതുഭാഗത്തങ്ങ് ഇരിക്കുക. ഇതാണ് നിങ്ങൾ നൽകുന്ന ചിത്രം. പക്ഷെ ഇപ്പൊ ഒരു സന്തോഷമായി, നാളെ നാഴിക അറിയത്തില്ലെങ്കിലും എഗ്രിമെന്റ് വരുന്നതിനെ കുറിച്ച് ഓർത്തിരുന്നാൽ ഇനി നിങ്ങൾ യേശുക്രിസ്തു വരുന്നതിനെ കുറിച്ച് നോക്കണ്ട, എഗ്രിമെന്റിനെ കുറിച്ച്, അതായത് ഈ ദേവാലയം പണിയാനുള്ള എഗ്രിമെന്റ് വരുന്ന സമയത്തെ കുറിച്ച് ഓർത്താൽ മതി. അതിനെക്കുറിച്ചുള്ള സൂചന വന്നാൽ പിന്നെ ചർച്ച് എല്ലാവരും ജോലി നിർത്തണം, എല്ലാവരും വസ്തുവൊക്കെ ഉണ്ട് ആർക്കെങ്കിലും വിറ്റു കൊടുത്തേക്കണം. കാരണം പറക്കും, നിങ്ങൾ പറക്കും. പിന്നെ സഭാ ഹോൾ പണിയാനൊന്നും പോകരുത്, കാരണം എഗ്രിമെന്റ്. ഓക്കെ, എന്റെ ദൈവമേ, എന്തൊക്കെ കേൾക്കണം. നമുക്കിതിനെ സൈക്ലിങ്ങിനെ ഉപയോഗിക്കാം. ഒരു പെടൽ ചവിട്ടി താക്കുമ്പോൾ മറ്റേ പെടൽ കയറി വരുന്നു. മറ്റേ പെടൽ നമ്മൾ പൊക്കുന്നില്ലല്ലോ. എന്നാലും എന്റെ പൊന്നു ഡോക്ടർ ആന്റി, ഇതിനെല്ലാം നിങ്ങൾ തലകുലുക്കി കൊടുക്കുന്നല്ലോ എന്റെ പാവ സഹോദരി. കർത്താവേ, സാധു, കഷ്ടം, ദൈവം അനുഗ്രഹിക്കട്ടെ. തിരിച്ചു ചോദിക്കാൻ പഠിക്കുന്നേ, നിങ്ങൾ എന്തിനാ ഇതെല്ലാം മൂടിക്കൊണ്ടിരിക്കുന്നേ? പൊന്ന് സഹോദരങ്ങൾ, നിങ്ങൾ എന്താടോ അതെങ്ങനാന്ന് ചോദിക്കണേ? ഏത് വാക്യമൊന്നും ചോദിക്കാത്ത എന്താ ചേച്ചി, ആന്റി, അമ്മാമേ, സിസ്റ്റർ, എന്നൊക്കെയറിയത്തില്ല, എന്തായാലും ഞാൻ വിളിക്കും, ഒന്ന് ചോദിക്കുക. അത് ഏത് വാക്യത്തിലാ മാസ്റ്റർ? ഒന്ന് റെഫറൻസ് ഒന്ന് കാണിക്കുക മാസ്റ്റർ. അതിന്റെ എബ്രായ ഭാഷയും പദം ഒന്ന് കാണിച്ചാൽ മാസ്റ്റർ, ഒന്ന് കാണിച്ചു തരാൻ പറ. ഈ റാപ്ചർ എന്നതിനെ കുറിച്ച് ഓൾഡ് ഗവനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു കുറെ ചോദ്യങ്ങൾ അവർക്ക് ചോദിച്ചിട്ടുണ്ട്, ഒന്നിനും മറുപടിയില്ല, കിട്ടത്തില്ല, മറുപടി കിട്ടത്തില്ല. ഓക്കെ, ചോദിക്കേ, ചുമ്മാ എല്ലാത്തിനും ഒന്ന് മൂളിക്കൊണ്ടിരിക്കുക. എന്ത് പാവ സ്ത്രീയെന്നോ, കഷ്ടം. ഞാനവരെ ആക്ഷേപിക്കാൻ പറയല്ലോ, അവിടെ ദൈവമക്കൾ അവരൊക്കെ, ഗോഡ് ചിൽഡ്രൻസ് വരികയാണ്. ഇതുപോലാണ് സഭയുടെ ഉൾപ്രാവണവും യെരൂശലേം ദേവാലയത്തിന്റെ റീകൺസ്ട്രക്ഷൻ എഗ്രിമെന്റും എന്ന് പറയുന്നത്. അപ്പം സഭ എടുക്കപ്പെട്ടു, ടെമ്പിൾ റീകൺസ്ട്രക്ഷൻ തുടങ്ങി. 3.5 വർഷം കൊണ്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. 3.5 വർഷം കൊണ്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് പാപയാഗത്തിനുള്ള കാളക്കിടാവ്, ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റൻ, പൗരോഹിത്യത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാള, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ആനിമൽസിനെ ഇറക്കണം. ആനിമൽസ് എല്ലാം റെഡിയായി വരും. പഴയ ആനിമൽസിനെ കണ്ടിട്ടുണ്ട്. യെസ്. വീണ്ടും ദൈവം പണ്ടത്തെ ഒന്നാം ക്ലാസ്സിലേക്ക് പോവാ. അതായത് ലോകത്തിന്റെ ആദ്യ പാഠത്തിലേക്ക് ദൈവം തിരിച്ചു പോവാ. പണ്ടത്തെ പള്ളി, പണ്ടത്തെ ആലയം, പണ്ടത്തെ പൗരോഹിത്യം, പണ്ടത്തെ മൃഗം, മൃഗബലി, രക്തം ചൊരിച്ചിൽ, രക്തം തളിപ്പ്, കഴുകുക, കുളി, ഇമാതിരിയുള്ള കത്തിക്കുക, മണക്കുക. എന്നിട്ട് ഇതൊക്കെയാ പരിപാടി. ദൈവം തമ്പുരാനെ, പ്രപഞ്ചം സൃഷ്ടിച്ച തമ്പുരാന് വീണ്ടും റിവേഴ്സിലേക്ക് വന്നു. ദൈവം ഏണിയും പാമ്പും കളിക്കുമായിരുന്നു. കളിച്ചോണ്ടിരുന്നപ്പോൾ കാണാം, കുലുക്കി അങ്ങ് മേളിലെത്തി 99 എത്തിയപ്പോൾ കാണാം മറ്റേ ലവൻ വായും തുറന്നുകൊണ്ടിരുന്നു. അതിനകത്തിട്ട് ഒറ്റ കട്ട വീഴും, താഴെ രണ്ടി വന്നു. വീണ്ടും ആലയം പണി, പൗരോഹിത്യം, മൃഗബലി, പുരോഹിതനെ ശുദ്ധീകരിക്കാൻ കാള, സോപ്പ് വാച്ച് കഴുകടോ അയാളെ. അതേത് പുരോഹിതനത്? പച്ചവെള്ളം കൊണ്ട് അല്ലാവിട്ട് നല്ല സോപ്പും ബോഡി വാഷൊക്കെ കിട്ടും, അത് വെച്ചാൽ പാപം മാലിന്യം കഴുകാൻ വേണ്ടി യാഗം നടത്താൻ പോകുന്ന പോലും. എന്റെ പൊന്നു ചേട്ടായി, നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരും, നല്ലൊരു സമ്മാനം തരണം നിങ്ങൾക്ക്. ഈ ആനിമൽസുമായിട്ട് ഇവര് സാക്രിഫൈസ് ചെയ്യാമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ യെരൂശലേമിലേക്ക് വരുന്നു. പക്ഷേ ഇതൊരു ഒറ്റ മൃഗത്തെ പോലും കൊല്ലത്തില്ല. സമാധാനമായി. ഞാൻ രക്ഷപ്പെട്ടു.
ഒറ്റ മൃഗത്തെയും കൊല്ലത്. പിന്നെന്തിനാ എഴുന്നള്ളിപ്പായിരുന്നു. യെരുശലേമിലേക്ക് മൃഗബലിയുടെ എഴുന്നള്ളിപ്പ്. എന്റെ വാവ് സാറ്, ഇത് എവിടെയാ സാറേ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഏത് എബ്രായ പുസ്തകത്തിലാ? തൽമുദിലാണോ, മിഡ്രാഷിലാണോ, സോഹറിലാണോ, റാഷിയാണോ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്? അതോ ഇനി വേറെ കുറെ പുസ്തകങ്ങളുണ്ടല്ലോ. എവിടെയാ എഴുതിയിരിക്കുന്നത്? പോട്ടെ, ഇവന്മാരത് എഴുതത്തില്ലല്ലോ. കാരണം റാപ്ചറിനെ കുറിച്ച് യഹൂദന്റെ ഒരു പിടിയില്ല. യഹൂദൻ കർത്താവിനെ അന്നേ തള്ളിക്കളഞ്ഞ്. ഇത് മെസിയാനിക് റിവീസ് എവിടെ എഴുതിയേക്കുന്നത്? ഒന്ന് പറഞ്ഞു തരണേ പ്ലീസ്. ഞാൻ എന്റെ ഇത്രയും വർഷത്തെ ഞാനും ഇതിന്റെ പുറകിലുണ്ട്. തന്നെ ഉണ്ട്. നടത്താൻ സമ്മതിക്കത്തില്ല. ആരാ നടത്താൻ സമ്മതിക്കാത്ത നോക്ക്. ഇനിയിപ്പം എന്തായാലും ഘോഷയാത്രയുണ്ട്. ഘോഷയാത്ര ആരോ തടയാൻ പോവാ. ഓട്ടെ, നടക്കത്തില്ല. ഇത് കേൾക്കുന്നുണ്ട് നമ്മുടെ കേൾവിക്കാർ ഷോക്ക് ആകുമെന്ന് എനിക്കറിയാം. ഞാൻ ഷോക്കായി സത്യമായിട്ട്. എന്റെ പൊന്നേട്ടാ, ഞാൻ ഭയങ്കര ഷോക്കായി. ഞാൻ വിചാരിച്ചിപ്പോ അവിടെ ആകപ്പാടെ ഇനി രക്തബലിയൊക്കെ നടത്തി വീണ്ടും പഴയ നിയമം ആരംഭിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഒരാശ്വാസമായി. എന്തുവായാലും ബലി നടക്കത്തില്ലല്ലോ. കർത്താവേ സ്തോത്രം. ബാക്കി ഷോക്കായി. കുറച്ചു നേരം ഞാൻ വെള്ളം കുടിക്കട്ടെ. സാറ് പറഞ്ഞു. നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്, ഷോക്കാകാൻ വേണ്ടിയല്ല. ഞാൻ കുറെ എഡ്യൂക്കേറ്റഡ് ആയി. എന്റെ പൊന്നു ഏട്ടാ, കൊള്ളാം. എഡ്യൂക്കേഷനൊക്കെ നടക്കട്ടെ. മണ്ടത്തരങ്ങൾ കുറെ പോകാതിരിക്കാൻ വേണ്ടിയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അടിപൊളി. മണ്ടത്തരങ്ങൾ പോകാനല്ലേ? അപ്പൊ ഞങ്ങൾ ഇതെല്ലാം, എന്റെ പൊന്നു ഏട്ടാ, ഞങ്ങളൊന്നും വിശ്വസിച്ചിരുന്ന പോലും ഇല്ല. ഇങ്ങനൊരു ഘോഷയാത്ര നടത്തുമെന്നും ബലി സ്റ്റോപ്പ് ആവുമെന്നും അങ്ങനെ ഈ ബലിയൊക്കെ നടക്കുമെന്നൊക്കെ നിങ്ങളുടെ ആളുകളായി പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. ഇവിടെ വിവരം ബോധമുള്ള വേറെ ആളുകളുണ്ട് കേരളത്തിൽ, ഉണ്ടെന്ന്. അത് ആദ്യം മനസ്സിലാക്കാൻ എന്റെ പൊന്നു ഏട്ടായി. എഡ്യൂക്കേഷൻ നല്ല കാര്യം. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. നിശ്ചയമായിട്ടും അത് പരിഹസിക്കല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അറ്റ്ലേറ്റ് ഭയങ്കര ഷോക്കായി. എന്തായാലും മൃഗബലി ഇല്ലാതായല്ലോ കർത്താവേ. ഇനിയും കുരിശിനെ ഇനിയും വീണ്ടും യേശുക്രിസ്തുവിന് വരാനുള്ള യാഗത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കണോ? എനിക്കറിയത്തില്ല. എന്തായാലും കർത്താവ് സ്റ്റോപ്പ് ചെയ്തു. ഇനി ആരാത് സ്റ്റോപ്പ് ചെയ്തെന്നും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അതിനോടകം യെരുശലേം ദേവാലയം എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. യാഗപീഠം പണിതു, താമ്രത്തൊട്ടി പണിതു, നിലവിളക്ക്, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, പിന്നെ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി എല്ലാം നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി എന്തുകൂടെ വന്നാൽ മതി? പുരോഹിതൻ വരണം, യാഗം. അല്ല ചേട്ടായിക്ക് ഒരു സാധനവും മനസ്സിലായില്ല. എല്ലാം റെഡിയായി. ഇതെല്ലാവരും തന്നെ കേട്ടോണ്ടിരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചോണം. എല്ലാം റെഡിയായി. ബലിപീഠം പണിതു, ധൂപപീഠം പണിതു, നിലവിളക്കുണ്ടാക്കി, കാഴ്ചയപ്പത്തിന്റെ മേശ പണിതു. പിന്നെ പെട്ടകം ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. പെട്ടകം ആണല്ലോ സാധനം ഉണ്ടാക്കണ്ടേ. പെട്ടകം ഉണ്ടാക്കി കാണും. പിന്നെ അതിനകത്ത് അഹരോന്റെ തളുത്ത പടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കാണും. കാരണം ഇതെല്ലാം വേണം. പിന്നെ 10 കൽപ്പന വേണം. മന്നയുടെ പൊൻപാത്രത്തിന് പകരം ഏത് പാത്രം എടുക്കും? സ്റ്റീൽ പാത്രം എടുത്ത് വെക്കും. മന്നയ്ക്ക് പകരം എന്തെടുത്ത് വെക്കും? തിരുവോസ്തി എടുത്ത് വെക്കുമായിരിക്കും. എനിക്കറിയത്തില്ല. എല്ലാം കൊണ്ടുവെക്കണം. ഇനി ആരാണ് വരേണ്ടത്? ഇനി പുരോഹിതനല്ല ചേട്ടായി വരേണ്ടത്. വേദോസ പ്രകാരം ദേവാലയം നിർമ്മിക്കപ്പെടുമ്പോൾ ദേവാലയത്തിൽ അടുത്തത് ആ ദേവാലയമായി മാറണമെങ്കിൽ മഹാദൈവം ആ ആലയത്തിൽ എഴുന്നള്ളി വരണം. പുരോഹിതന്മാരൊക്കെ വന്നോട്ടെ, പുരോഹിതൻ വരണം, യാഗമൊക്കെ വരണം. എന്നിട്ട് ദൈവാലയമായി മാറണമെങ്കിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വരണം. അപ്പൊ ദൈവം തമ്പുരാൻ ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം ഇവിടുന്ന് കുറച്ച് പേരെ കൊണ്ട് മേളിൽ പോയേക്കുമല്ലേ. ഒന്നീ അവരെ വഴി കളഞ്ഞിട്ട് വരണം. എന്തായാലും അങ്ങനെ നടക്കത്തില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ദയവായിട്ട് ശ്രദ്ധിച്ചോണ്ട്. ഇതൊക്കെ എന്തൊരു തിയോളജിയാണെന്നും ആരോടും ചോദിച്ചേക്കരുത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആധുനിക ക്രിസ്തീയ ലോകത്തെ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാരുടെ, ക്രിസ്ത്യൻ എലൈറ്റ്സിന്റെ എക്സലന്റ് ഡോക്ടർസ്. കേട്ടോ, കേട്ട് അനുഗ്രഹിക്കപ്പെടും, പുളകിതരാകണം. ഈ പുരോഹിതൻ വന്ന് യാഗം ആരംഭിക്കത്തില്ല. പുരോഹിതൻ വരും. മഹാപുരോഹിതനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം മഹാപുരോഹിതനെ സെലക്ട് ചെയ്തു. എങ്ങനെ എങ്ങനെയാ ചേട്ടാ ഈ മഹാപുരോഹിതനെ സെലക്ട് ചെയ്യുന്നത്? മഹാപുരോഹിതനെ എങ്ങനെ സെലക്ട് ചെയ്യും? നിങ്ങൾ ഈ വേദോസം ഒന്നും വായിക്കാറില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന കേൾവിക്കാർ ഇതിന്റെ താഴെ വന്നിട്ട് യെസ് സാർ, സാറ് പോലെ, സാറിനെ പോലെ ആരുമില്ലെന്നൊക്കെ പാട്ട് പാടുന്നുണ്ടല്ലോ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യുവമാർക്കൊന്ന് അയച്ചു കൊടുക്കണം. എവിടെയാണ് വേദപുസ്തകത്തിൽ പുരോഹിതനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? എവിടെയാ സെലക്ഷൻ? അഹരോന്റെ കുടുംബത്തിൽ പെട്ടവർ മാത്രമാണ് പുരോഹിതർ. അതറിയാമോ? ഇന്ന് അഹരോന്റെ കുടുംബത്തിൽ ഒരാളുണ്ടോ കൃത്യമായ ജീനിയോളജിയുള്ള? 2.
ഇവരുടെ കൃത്യമായ ജീനിയോളജി ഫ്രം ആറോൺ ടു റൈറ്റ് നൗ 21st സെഞ്ചുറി വരെ വേണം. ഇന്ന് കൃത്യമായ നിലയിൽ 21ാം നൂറ്റാണ്ട് വരെ ജീനിയോളജി ഉള്ള ഒരു പുരോഹിതനെ കാണിച്ചു തരാം, ഒരു ലേവിനെ കാണിച്ചു തരാമോ? എസ്രായുടെ പുസ്തകം പോയി നോക്ക്. അവിടെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ലേവ്യ കുലത്തിൽ ചിലർക്ക് ജീനിയോളജി കണ്ടെത്തിയില്ല, അവരെ പൗരോഹിത്യത്തിൽ ഒഴിവാക്കി. അതാ വിശുദ്ധ ബൈബിൾ. അഹരോനും അവന്റെ കുടുംബത്തിനും മാത്രമുള്ളതാണ് ഓൾഡ് ഗവനന്റിൽ പൗരോഹിത്യം. അല്ലാതെ പൗരോഹിത്യത്തിൽ നറുക്കിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റില്ല. പൗരോഹിത്യം അപ്പൻ മരിച്ച മകൻ വരും, മകൻ മരിച്ചാൽ മകൻ വരും, ഇങ്ങനെ ക്രമപ്രകാരം ജീനിയോളജിക്കലി വരേണ്ടതാണ്. ഇത് മനസ്സിലായില്ലയോ എന്റെ പൊന്നു സാറേ? ഫറോനെ തെരഞ്ഞെടുത്തുനിന്ന് വോട്ടിട്ട്, പഞ്ചായത്ത് വോട്ട് ഇട്ടിട്ട് മഹാപുരോഹിതനെ തെരഞ്ഞെടുത്തുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച മഹാപുരോഹിതന് ഇപ്പൊ നല്ല ഉടുപ്പിട്ടുകൊണ്ട് വരും. വാ, ഞാൻ പരിഹസിക്കുമല്ല കേട്ടോ, വിഷമം കൂടെ അങ്ങ് പറയും. പുറത്ത് ആ ഇൻഫർമേഷൻ വിട്ടില്ല, കാര്യം അയാളെ കൊല്ലാതിരിക്കാൻ വേണ്ടി പുറത്ത് വിട്ടില്ല. എന്തുകൊണ്ട് അത് നടക്കത്തില്ല? ഈ there is a divinity that shapes our ends എന്ന് ഷേക്സ്പിയർ ഹാംലെറ്റ് എന്ന നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട്. there is a divinity that shapes our ends എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ കൂടെ തീരുമാനിക്കണം നമ്മൾ. ദൈവം കറക്റ്റ് കാര്യം, ദൈവം തമ്പുരാൻ തീരുമാനിക്കണം, എന്നാലേ നടക്കത്തുള്ളൂ. ഈ ദൈവം തമ്പുരാൻ എഗ്രിമെന്റ് സൈൻ ചെയ്താൽ തീരുമാനിച്ചു. ഈ പാവങ്ങളെ കൊണ്ട് ആ ആലയം മുഴുവൻ പണിയിപ്പിക്കാൻ തീരുമാനിച്ചു. കിട്ടാത്ത പുരോഹിതനെ എവിടുന്നോ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറ്റി. ലോകത്ത് എവിടെയൊക്കെയോ ഓടി നടന്ന് റെഡ് ഹൈഫറിനെ കൊണ്ടുവന്നു, പുരോഹിതനെ കൊണ്ടുവന്നു, ആലയം പണി, ഇതിനെല്ലാം സ്വർഗത്തിന്റെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അവസാനം ബലി അർപ്പിക്കും പറഞ്ഞു, ആ വട്ടത്തില്ല. പിന്നെ എന്തോന്നിനു വേണ്ടിയാ ഇതെല്ലാം കൂടെ പണത്? ചുമ്മാ തമാശയ്ക്ക് ഒരു 3.5 വർഷം വെറുതെ ബോറടിച്ചിരിക്കില്ല. മധ്യാകാശത്ത് മണിപ്പന്തലിൽ മണിമാട്ട സഭയുടെ വീളി നടക്കുമ്പോൾ താഴെ പള്ളി പണി നടക്കുക, ചുമ്മാ തമാശക്കില്ലേ? എന്തെങ്കിലും പറയാൻ ഇനി എന്താ ചെയ്യുന്നു നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ there is a divinity that shapes our ends എന്ന് പറയുന്നത്. കാരണം ഈ എല്ലാ യാഗവും വരാനിരിക്കുന്ന മശിഹായുടെ ഏകയാഗത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. അടിപൊളി, എനിക്കത് ഇഷ്ടപ്പെട്ടു. എല്ലാ യാഗവും വരാനിരിക്കുന്ന കർത്താവ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വരാനിരിക്കുന്ന പറയാൻ നേരത്തെ വന്നേ കേട്ടോ. വരാനിരിക്കുന്ന ശിഹായുടെ ഏകയാഗത്തിന്റെ പ്രതീകമെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ആദ്യം അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ അവിടെ പടുത്തുയർത്തിയ ദേവാലയം എന്തിന്റെ അടയാളമോ? ഇത് പറ. യെരൂശലേമിന്റെ കുന്നുമുകളിൽ പടുത്തുയർത്തിയൊരു ദേവാലയമുണ്ട്, ശലോമോൻ. ആ ശലോമോന്റെ ആലയം വരാനുള്ള കൈപ്പണിയല്ലാത്ത ദൈവപുത്രന്റെ ദൈവനിർമ്മിതമായ സ്വർഗീയ ആലയത്തിന്റെ പ്രതീകമായിട്ടായിരുന്നു അതെങ്കിൽ വീണ്ടും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത് എന്തിനാ? ഇവിടെ ബലി അർപ്പിച്ചല്ല, ദൈവത്തിന് മഹാ നന്ദി. ഈ ദേവാലയം എന്തിന്റെ പ്രതീകോ, എന്തിന്റെ അടയാളോ? ചുമ്മാ ഇരിക്കട്ടെ നീ ചെല്ലി. ചുമ്മാ ഇരിക്കട്ടെ. കാരണം ഈ 1000 ആണ്ട് വാഴ്ചക്കകത്ത് വരുമ്പോഴേ നമുക്കിവിടെ ടൂറിന് പോവാം. അതായിരിക്കും ബാക്കിയേക്കട്ടെ അല്ലേ? ഏകയാഗത്താൽ വിശ്വസിക്കുന്നവന് മശിഹ സൽഗുണ സമ്പൂർത്തി വരുത്തി കഴിഞ്ഞു. ദാറ്റ്സ് ഗുഡ്. ഞാനത് വിശ്വസിക്കുന്നു. ആ മശിഹയുടെ യാഗം ഇന്നും ഇഫക്റ്റീവാണ്. 2000 വർഷങ്ങൾക്ക് വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കുറച്ച് സ്കിപ്പ് ചെയ്യാണ്. നമുക്കത് വിഷയമില്ല. രക്തത്തെക്കാൾ ഗുണകരമാണ്. അത് അത്ഭുതകരമായ കാര്യം, ഒരു തെറ്റുമില്ല. കർത്താവിന്റെ കാലവരി രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. ആ രക്തം നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നു. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ നാം വന്നിരിക്കുന്നു. ഓക്കെ, ഈസ് ഓൾ ആർ ട്രൂത്ത്സ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ്, ബിക്കോസ് ദൈവത്തിന്റെ വചനത്തിന് എതിരെ കമന്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല. ഓക്കെ, ആ പുണ്യാഹ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരു മൃഗം അറക്കപ്പെട്ടതിന്റെ രക്തം ചൊല്ലിയാൽ എന്താ റിലവൻസ്? അടിപൊളി. അതാണ് സാറ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കണം. ഇതൊക്കെ അവിടെ നിൽക്കുന്ന പിള്ളേർ ചോദിക്കേണ്ട ചോദ്യമാണ്. കുഞ്ഞാടിന്റെ രക്തം നിലനിൽക്കുമ്പോൾ താഴെ ആട്ടിൻകുട്ടിയുടെ രക്തം ചൊരിഞ്ഞാൽ അതിന് എന്ത് റെലവൻസ്? രണ്ടാമത്തെ ചോദ്യം, യേശുക്രിസ്തു തന്നെ മൂലക്കലായിരിക്കെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന ദേവാലയം പൊളിഞ്ഞു പോയില്ലല്ലോ. ആ ദേവാലയമല്ലേ സ്പിരിച്വൽ ടെമ്പിൾ? ആ ടെമ്പിൾ അല്ലേ മുകളിലോട്ട് റാപ്ചറായി പോയിരിക്കുന്ന മുകളിലോട്ട്? അങ്ങനെ ദൈവം നിർമ്മിച്ചിരിക്കുന്ന ഒരു ദേവാലയം സ്വർഗത്തിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോയിരിക്കെ ഇപ്പോഴും ആ ആലയം ഉണ്ടായിരിക്കെ ദേവാലയം നഷ്ടപ്പെട്ടില്ലല്ലോ, സഭ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന പുതിയ നിയമ സഭ ഇപ്പോഴും ഉണ്ടല്ലോ.
ആ സഭ ഉണ്ടായിരിക്കെ താഴെ ഈ പള്ളി പണിയുന്നതിന്റെ എന്ത് റിലവൻസ്? അതിന് ആൻസർ പറ. എന്ത് റെലവൻസ്? അതിന് ദൈവം ഇതിന് കൂട്ടു നിൽക്കുന്നു? എന്താവശ്യം? യാഗത്തെ തടസ്സം ചെയ്തു, അത് അറ്റ്ലീസ്റ്റ് ദൈവം അത് ചെയ്തല്ലോ, സ്തോത്രം. പിന്നെ ഈ 3.5 വർഷം കൊണ്ട് ഈ പള്ളി പണിത് എന്തിന്റെ റെലവൻസ്? അതിന്റെ അർത്ഥം വേറെ പള്ളിയില്ലേ? ശ്രദ്ധിക്കൂ. പെട്ടെന്ന് പോയി. തീർന്നില്ലയോ? അതെ. അല്ലേ? അതെ. ഇനിയൊരു മൃഗം അറുക്കപ്പെടാതെ ഇരിക്കുന്നതിനാണ് മശിഹ അറുക്കപ്പെട്ടത്. ഇത് മനസ്സിലാക്കാതെ മശിഹ അംഗീകരിക്കാതെ യഹൂദന്മാർ വീണ്ടും പശുവിനെ ആടിനെ കൊണ്ടുവന്നാലേ അറക്കാൻ സമ്മതിക്കുമോ? എന്റെ പൊന്നെ, ഇത് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അംഗീകരിക്കാത്ത, യേശുവിനെ അംഗീകരിക്കാത്ത ഈ യഹൂദന്മാർ, ഇന്ന് കാണുന്ന യഹൂദന്മാരല്ല ഈ വേട്ടവളിയന്മാരാ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് ഉമ്മാർ ഇങ്ങനെ വിളിക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് വരെ വിശുദ്ധ ഞാനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല, ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്ന് എൻ്റെ നാട്ടിൽ അപ്പുറത്തെ അയൽവൊക്കെ താമസിക്കുന്ന ഈ ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് ഏത് വിലയുണ്ടോ ആ വിലയുള്ളവർക്ക്. ദൈവത്തിന്റെ കണ്ണിൽ അവരത്രേ ഉള്ളൂ. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്ന് ക്രിസ്ത്യാനിക്ക് യഹൂദപ്രേമം തീരുന്നു, അന്ന് ലോകം നന്നാവും. ഇടയ്ക്കിടയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന എൻ്റെ പ്രിയ സാറിന് ഒരുപാട് നന്ദി. സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് തീരുമാനിക്കണമെന്ന് നടക്കണമെന്ന്. അപ്പൊ അത് എന്ത് ചെയ്യും? ഇവരെ ഇത് റെഡിയാക്കി കൊണ്ടുവരുന്നതിന് മുമ്പ് ഇപ്പോൾ സ്വർഗത്തിൽ ദൈവത്തോട് വാദിച്ചുകൊണ്ട് നിൽക്കുന്നതായ മഹാസർപ്പം, പഴയ പാമ്പ്, ലൂസിഫർ, സാത്താൻ, വഞ്ചകൻ, ഈ പുള്ളിയെ വെട്ടി അവിടുന്ന് താഴോട്ടിടും. ഇതൊക്കെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എവിടാ നിൽക്കുന്ന ലൂസിഫർ? സ്വർഗത്തിൽ. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? വാദിച്ചുകൊണ്ട് നിൽക്കുന്നു. സ്വർഗത്തിൽ ഇരിക്കുന്ന ആളാരാണ്? യൂണിവേഴ്സ് മൊത്തം സൃഷ്ടിച്ച ദൈവം. ഇപ്പൊ ദൈവത്തിന്റെ അടുക്കലേക്ക് പാരി കയറി പോയിട്ടുണ്ട്, സഭ കയറി പോയിട്ടുണ്ട്. ഇതൊക്കെ സീൻ മനസ്സിലാക്കണം. റാപ്ചർ സംഭവിച്ചു മേളില്ല. അപ്പൊ സാത്താൻ എന്ത് ഇരിക്കുന്നു? വാദിച്ചുകൊണ്ട് നിൽക്കുന്നു. പഴയ പാമ്പ്, മഹാസർപ്പം, സാത്താൻ, ലൂസിഫർ ഇപ്പോഴും കക്ഷി വാദിച്ചുകൊണ്ട് നിൽക്കുക. എവിടെ? സ്വർഗത്തിൽ. അപ്പൊ ഭൂമിയിൽ പുള്ളിന്ന് എപ്പോഴാ സ്വർഗത്തിലേക്ക് പോയത്? പുള്ളി എന്തൊരു ഭാഗ്യശാലിയായ സാത്താൻ ഇല്ലേ? പുള്ളിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റി, പുള്ളിയും സ്വർഗത്തിലേക്ക് പോയി. എന്റെ ദൈവമേ, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത് നോക്കട്ടെ. ഈ പുള്ളി വന്നിട്ട് എന്ത് ചെയ്യും? അന്നത്തെ യഹൂദന്റെ മശിഹ എന്ന് അവര് ചിന്തിച്ചിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ, അവര് മശിഹ എന്ന് വിചാരിക്കുന്നത്, ആ എതിർ ക്രിസ്തുവിന്റെ മേൽ അവൻ അഡീഷണൽ അഭിഷേകം അയക്കും. എന്റെ ദൈവമേ, തമ്പുരാനെ, മനസ്സിലായില്ലേ? ഫ്യൂച്ചറിസം ഒരു തമാശ. ഇത് വേറെ ഐറ്റം. ഈ സാധനമൊക്കെ കൊണ്ടുപോയിണ്ടല്ലോ ആ TV പ്രഭാഷണത്തിന് അവിടെ നടത്തിയിരുന്നെങ്കിൽ, ആ കോമഡിയിൽ നമ്മൾ ഗോൾഡൻ വാങ്ങിച്ച് ഊപ്പാട് വന്നതിനായിരുന്നു. യഹൂദൻ മശിഹ എന്ന് അംഗീകരിച്ചിരിക്കുന്ന ആളെ ആരഭിഷേകിച്ചെന്ന്? പഴയ പാമ്പോ? സോറി കേട്ടോ, ഞാൻ പരിഹസിച്ചിരിക്കുകയല്ല. എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോറി. എന്തുപോലെ അഭിഷേകം നടക്കട്ടെ. ആരാ? മറ്റവേ ലൂസിഫറിൽ അവനെ അഭിഷേകം ചെയ്യുമെന്ന്. ശക്തമായ അഭിഷേകമാണ്. അന്യഭാഷ പറയുന്ന അറിയത്തില്ല കേട്ടോ. അഡീഷണൽ അഭിഷേകം എന്ത് ചെയ്യും? ഒന്ന്, തന്റെ പ്രതിമ യെരൂശലേം ദേവാലയത്തിൽ വെക്കും. ഈ അഭിഷേകം കിട്ടിയാലോട് ഒറ്റ പ്രശ്നം ഇതാണ്. ഇതെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അഡീഷണൽ അഭിഷേകം കിട്ടി ആ നിമിഷം മുതൽ ഇങ്ങേരുടെ സ്വഭാവം മാറി. അവൻ പറയുന്നത് താൻ ഒന്നരം തന്നെ തന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടങ്ങ് വെച്ചു. കഥ പോന്ന് പോക്ക് നോക്കണം കേട്ടോ. ഇതൊക്കെ വേദപുസ്തകത്തിനകത്ത് ഒരു നറേഷൻ ഉണ്ട്. അതിന് തത്തുല്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച്, ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞത്, ഞാൻ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നു പറഞ്ഞു, എന്തോ പറഞ്ഞോ, ഇത് അട്ടർ ഫൂളിഷ്നെസ് ആണ്, നോൺസെൻസ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അതിന് ആമയും പറഞ്ഞു, നീ ആനമണ്ടനാണ്, മരമണ്ടൻ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് മറുപടി വേദപുസ്തകം കൊണ്ടുപോവാം, നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ മാനസാന്തരപ്പെടും.
എവിടെ എഴുതി വെച്ചിരിക്കുന്നു? എവിടെ ബൈബിൾ എഴുതിയേക്കുന്നു? യെരൂശലേം ദേവാലയത്തിനകത്ത് 3.5 വർഷം കഴിയുമ്പോൾ ഈ പണിയുന്നവൻ അന്തിക്രിസ്തു ആകട്ടെ, ആന്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞു വരിക. എനിക്ക് മനസ്സിലായ സംഭവം എന്തുവാന്ന്. അവൻ തന്റെ ബിംബം കൊണ്ടുവയ്ക്കും. ഓ പ്രൈസ് ദി ലോർഡ്. അടുത്തത് 2, യെരൂശലേം ദേവാലയത്തിന്റെ ഈ പറഞ്ഞ യാഗപീഠത്തിൽ പന്നിയെ കൊണ്ടുവന്ന് അറക്കും. ഇനി പിന്നെയും പന്നി ഇറക്കുക. എടേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇമാതിരിയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതങ്ങ് ഇത് പണിയായിരുന്നാ പോരായിരുന്നു? അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കേൾക്കണേ. ഈ പന്നി ഇറക്കാൻ വേണ്ടിയാണോ ഈ കഷ്ടപ്പെട്ട് ഈ 3.5 വർഷം കൊണ്ട് ആലയം പണിതത്? ആണോ? നമ്മുടെ ചോദ്യം എന്തെന്നറിയാമോ? എസെക്കിയേൽ പ്രവചനം 41-ാം അധ്യായത്തിലെ ആലയം ഏതാ? ആ ആലയം ഇന്ന് വരെയുള്ള ഹെരോദാവിന്റെ ആലയം അല്ലെന്ന് പറഞ്ഞു. ആ ആലയം പണിയുന്നത് റാപ്ചർ പോകുമ്പോഴാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇദ്ദേഹം പറയുന്നതിനകത്തെ യുക്തിരഹിതമായ കാര്യം ഏതൊരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനും മനസ്സിലാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏതാലയമ്മ? എസെക്കിയേലിന്റെ ആലയോ? എസെക്കിയേലിന്റെ ആലയോ? ഈ ആലയത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ പറഞ്ഞു വന്ന പ്രശ്നം അറിയോ? പറഞ്ഞു വന്നപ്പോ കഥ തെറ്റിപ്പോയി. ഇതിനകത്ത് തിരക്കഥ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അവസാനം അത് തിരക്കഥ പുള്ളി വീണ്ടും ക്ലൈമാക്സ് എത്തിക്കുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോണം. ഈ ദേവാലയം എസെക്കിയേലിന്റെ കാലത്തുള്ള ആലയമാണ്. അപ്പം പണിതെന്തിനെന്നറിയാമോ? ദൈവം തമ്പരാനിരിക്കാനൊന്നുമല്ല, പന്നിയെ യാഗം കഴിപ്പിക്കാൻ. അങ്ങാരെ അവിടെ പണിതൊരു പുള്ളിക്ക് ബിംബം ഉണ്ടാക്കാൻ. ഓക്കെ, ബാക്കി കേൾക്കട്ടെ. ഇത് ഒത്തിരി ദൈർഘ്യമായിട്ട് പോകുന്നു. 3, അവിടെ മുഴുവൻ പന്നിയുടെ ചോര തളിച്ച് അശുദ്ധമാക്കും. അപ്പം കാളയൊക്കെ റെഡിയാക്കി 500 പ്രവാചകന്മാരും മഹാപുരോഹിതരും 500 പുരോഹിതന്മാരും വേണം ആ ശുശ്രൂഷ കേട്ടോ. 500 കൊച്ചു പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും പുരോഹിതനും കൂടെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ അങ്ങോട്ട് നോക്കിയപ്പം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അടിപൊളി. ഞാൻ എഴുന്നേറ്റ് പോവാണ്. എനിക്കിതൊക്കെ കേട്ടോണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ് പറഞ്ഞ കേട്ടോ. ശ്രദ്ധിക്കണേ, കഥ വരിക. ഇത് ഇപ്പം യെരൂശലേം ദേവാലയം 24-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുന്നുള്ള കഥയൊക്കെ അതിന്റെ ഒരു തിരക്കഥയാ, അതിന്റെ സമ്മിശ്രമായ തിരക്കഥയാ വന്നുകൊണ്ട്. ഇത്ര വേദപുസ്തകത്തെ വികലമായി പഠിപ്പിക്കുന്ന ഒരു സമൂഹം ഞാൻ ഭൂമിയിൽ കണ്ടിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട സമയം കഴിഞ്ഞു. വരട്ടെ, നമുക്ക് ശൂന്യമാക്കുന്ന മ്ലേച്ഛത കാണാം. അപ്പം ജനമെല്ലാം കൂടെ 500 പുരോഹിതന്മാരും മഹാപുരോഹിതനോടൊക്കെ വരുമ്പോ എന്ത് കാണുക? ശൂന്യമാക്കുന്ന മ്ലേച്ഛത എവിടെ നിൽക്കുന്നു? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചോളട്ടെ. ശരി, ഞങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം. ഇത് എപ്പോഴാ വിശുദ്ധ സ്ഥലമായത്? കല്ലും കൊണ്ട് 3.5 വർഷം കൊണ്ട് ഒരുത്തനൊരു ദേവാലയം ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ദൈവം ഇറങ്ങി വന്നില്ല. ദൈവം ഇറങ്ങിയാലേ അത് വിശുദ്ധ സ്ഥലമാവുന്നേ. ഇപ്പൊ ഞാന് എന്റെ ഒരു മുറി ഉണ്ടാക്കിയിട്ട് പറയാം, അതുകൊണ്ട് ആ മുറി ഇപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ ബെഡ്റൂം അത് മോസ്റ്റ് ഹോളി പ്ലേസ് ആണ്. അതുകൊണ്ട് ഇത് വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അതങ്ങ് വിശുദ്ധ സ്ഥലമാവോ? യേശുക്രിസ്തു ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞത് കൃത്യമായി ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചാണ്. ഇത് ദൈവാലയമായിട്ടില്ല. 1, യാഗം നടന്നില്ല. 2, ദൈവത്തിന്റെ പ്രസൻസ് വന്നിട്ടില്ല. 3, ആകെ പന്നിയെ അറുത്തു, 11 കൊണ്ട് ഇത് ബിംബം പിടിപ്പിച്ചു. പിന്നെ എങ്ങനെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം നിൽക്കും? ഇതിന് നിങ്ങൾ മറുപടി തരണം. നിങ്ങൾ തന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഇതിന് മറുപടി തന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇമാതിരിയുള്ള നോൺസെൻസുകൾ നിങ്ങൾ മേലാൽ മീഡിയയിൽ വന്ന് ജനങ്ങളെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഐ എം എ ക്രിസ്ത്യൻ, സോ എനിക്ക് ഇമാതിരിയുള്ള കാര്യത്തിന് മറുപടി പറയേണ്ടി വരും. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് മറുപടി പറയും. നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ തരേണ്ടി വരും സാർ. ഞാൻ ഇച്ചിരി കട്ടിയോട് സംസാരിക്കുക. അതെന്റെ എന്റെ നേച്ചറാണത്. എനിക്കിങ്ങനെ ഭവ്യമായിട്ട് തെറി പറയാൻ അറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്, അറിയത്തില്ല എനിക്ക്. അതുകൊണ്ട് ഇതിന് കൃത്യമായ നിലയിൽ നിങ്ങൾ വിശദീകരണം തരണം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ജനത്തെ കബളിപ്പിക്കുന്നത് നിർത്തണം. ബാക്കിയാക്കാം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എവിടെ? വിശുദ്ധ സ്ഥലത്ത്. ഇത് എപ്പോഴാണ് വിശുദ്ധ സ്ഥലമായത്? വിശുദ്ധ സ്ഥലമാകുന്ന എന്താ? ദൈവത്തിന്റെ ഷെക്കേന ഇറങ്ങുമ്പോഴാണ്. ദൈവത്തിന്റെ ഷെക്കേന ഇതുവരെ ഇറങ്ങിയിട്ടില്ല കല്ലിന്റെ പുറത്ത്. പന്നി അറുത്താൽ അത് വിശുദ്ധ സ്ഥലമാവോ? ഒരു സെക്കൻഡ് ഇനി നിനക്ക് യെരൂശലേമിൽ നിൽക്കാനൊക്കത്തില്ല. ഓടിക്കോണം. ഇവരാണ് എബ്രായ പണ്ഡിതർ. മത്തായിയുടെ സുവിശേഷം 24 കേട്ടോ.
കർത്താവ് ഈ ദേവാലയത്തിന് എന്ത് പറ്റി? ഇത് കല്ലിന്മേൽ കല്ലിടിഞ്ഞു പോകുന്നത്, ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ അടുക്ക വന്നിട്ട് ചോദിച്ചു, കർത്താവ് അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും കാലാവസാനത്തിന് അടയാളം എന്താ എന്ന് ചോദിച്ചു. പറഞ്ഞു അത് അടയാളം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ലോകത്തിന്റെ ഈ സുവിശേഷം സർവ്വജാതികൾ സാക്ഷ്യമായിട്ട് പ്രസ്താവിക്കപ്പെടും. അപ്പോൾ അവസാനം എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം നിൽക്കുന്നത് കാണുമ്പോൾ അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഈ വാക്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15 വാക്യങ്ങളാണ്. അന്ന് യേശു സംസാരിക്കുമ്പോൾ അവിടെ കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു ആലയമുണ്ട്. യേശു സംസാരിച്ചത് ഏതോ മന്ദബുദ്ധി വന്ന് സഭ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ പണിയാൻ പോകുന്ന, എഗ്രിമെന്റ് ചെയ്ത് പണിയാൻ പോകുന്ന, പന്നിയെ ഇറക്കാൻ പോകുന്ന, ബിംബം കൊണ്ട് വെക്കാൻ പോകുന്ന ദേവാലയത്തെ കുറിച്ചല്ല എന്റെ പൊന്നു സാറേ. ഓട്ടം തുടങ്ങും. അടുത്ത 3.5 വർഷം അടിപൊളി ഈ ഓട്ടമാണ്. അടുത്ത 3.5 വർഷം ഓട്ടം തുടങ്ങി, മാരത്തോൺ ഓട്ടം. ഏതാ മലകളിലേക്ക് ഓടിയിട്ട് ആ വഴി നേരെ കണ്ടം വഴി ഓടി, അപ്പുറത്തെ എസ്റ്റേറ്റ് വഴി ഓടി, പിന്നെ വേറെ റബ്ബർ തോട്ടമുണ്ട്, ആ വഴി ഓടി കണ്ടം ഓട്ടമാ. നിങ്ങൾ ശ്രദ്ധിച്ചേക്ക്, ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നറേഷൻ നോക്കി. ഇതിനെ ഏതെങ്കിലും ഒരു പെന്തിക്കോസുകാരൻ അംഗീകരിക്കുന്നത് നിന്നെ ഞാൻ മന്ദബുദ്ധിനെ വിളിക്കത്തുള്ളൂ. പിന്നെ സഹോദരനെ മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന, എനിക്ക് നരകം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല. പിന്നെ നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ട പ്രിയപ്പെട്ടവരെ? എടാ, പണ്ടാണ് പറഞ്ഞ പോലെ ഇവനിത് ഉരുട്ടിക്കൊടുത്താൽ പോലും ഇവനത് മനസ്സിലാവത്തില്ല. കേൾക്ക് മനസ്സിലായോ? അടുത്ത 3.5 വർഷം ഈ ഓട്ടമാണ്. അവന്റെ സകല ആശയും നശിച്ച് യഹൂദൻ മശിഹായിലേക്ക് നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം പറഞ്ഞിരിക്കും. അതെപ്പോഴാ നോക്കുന്നേ? എനിക്കറിയാൻ വയ്യ. ഈ സഭയെ എടുത്തോണ്ടും കർത്താവ് പോയി. എന്റെ ചേട്ടാ, ഇതൊക്കെ ഇങ്ങനെ ഒരു നല്ല കൺഫ്യൂഷനാന്നേ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയല്ലേ? ഓടി 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 ഉടുപ്പും കീറി, നിക്കറും കീറി, പാൻറ്റും കീറി, വെള്ളമില്ല, പിള്ളേരെ എടുത്തോണ്ട് ഓടുക യഹൂദൻ. വിമാനം ഒന്നുമില്ല ഇന്ന് കേട്ടോ, ഇന്ന് ഫ്ലൈറ്റ് ഇല്ല, ബസ്സില്ല, കാറില്ല, ഒന്നുമില്ല. ഓടാനേ പറ്റത്തുള്ളൂ. കാരണം ശൂന്യമായില്ല, ബിംബം അവിടെ നിന്നപ്പോൾ തന്നെ ഓടാൻ തുടങ്ങി. ലിസൺ ടു മീ സർ, ഈ റാപ്ചർ സംഭവിച്ചപ്പോൾ ഭൂമിയിലെ സകല ഓട്ടോറിക്ഷയും മോട്ടോർ വാഹനങ്ങളെല്ലാം കത്തിപ്പോയോ? അല്ല, ഇത് ഓടുന്നതിനെ സംബന്ധിച്ച് ഓടുന്നതിന് ഒരു വണ്ടി എടുത്തോണ്ട് പോയാൽ പോരാ. ഞാനിപ്പം ഞാൻ വന്നപ്പോൾ കാണാൻ പുരോഹിതന്മാരെ വന്നപ്പോൾ ഒരു ബിംബം അവിടെ ഒറ്റ ഉടനെ കാർ എടുത്തോണ്ട് പോയാൽ പോരെ? കിടന്ന് ഓടി അലയുന്നതിന് നേരെ ഈജിപ്തിലോട്ടോ അല്ലെങ്കിൽ ലെബനോനിലോട്ടോ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടണം. മലയിലേക്ക് ഓടിപ്പാൻ പറയാ. അപ്പൊ ഹെലികോപ്റ്റർ, അവൻ മറ്റേ ആന്തിക്രിസ്തുവിന് വിമാനം ഒന്നുമില്ലേ? ഹെലികോപ്റ്റർ ഒന്നുമില്ലേ? നീ ആ മലയിൽ വരുമ്പോ അവൻ വല്ല ബോംബ് കൊണ്ടു നടത്തില്ലേ? വല്ല വിമാനം എടുത്തുകൊണ്ട് വന്ന്. നിങ്ങൾ ശ്രദ്ധിക്കേ, ഇതിന്റെ യുക്തിരഹിതമായ കാര്യം ശ്രദ്ധിക്കുക. ഇത് രസാണ് കേട്ടോ, കേട്ട് അനുഗ്രഹിക്കപ്പെടുക. അവൻ മേഘാരൂഢനായി വരുന്നു, സകല കണ്ണുകളും അവനെ കുത്തി തുളച്ചവർ അവനെ കാണും. അതെപ്പോ കണ്ട്? അതെപ്പോ വന്ന്? ഏതാ മേഘാരൂഢനായപ്പോ വന്നത്? മനസ്സിലായില്ല. ഈ ഓടിയപ്പോ വന്നോ? എനിക്കറിയാൻ വയ്യ ടൈം ലൈൻ എന്താന്ന്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ പ്രവാചകനായിരുന്ന ഹാനോക്ക് എഴുതിയ, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ട ലോകത്തെ ഭക്തിവിരുദ്ധമായി പറഞ്ഞ ചെയ്ത സകല കാര്യങ്ങൾ നിമിത്തം ന്യായം വിധിപ്പാൻ ഇറങ്ങി വരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്ന് ഇത് മുഴുവൻ തകർക്കും. എനിക്ക് സോറി കേട്ടോ, എനിക്ക് അങ്ങ് ചിരി വരികയാണ്. ശരി, എന്റെ ചിരി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ ചിരിക്കാനും പറ്റാത്ത കാലമാണ്. നമ്മുടെ കർത്താവ് വന്ന് ഇത് മൊത്തം തകർക്കും. തകർക്കാൻ വേണ്ടി വരിക. എവിടെയാ എഴുതി വെച്ചേക്കുന്നത് ഇതൊക്കെ? മേഘാരൂഢനായി വരുമെന്നല്ലേ? സകല കണ്ണും അവനെ കുത്തിത്തുളച്ചവരെ കാണുമെന്നല്ലേ? 1000 വിശുദ്ധന്മാരോടുകൂടെ സർവ്വ ഭക്തികെട്ട ജനത്തെ ന്യായം വിധിക്കാൻ വരുമെന്നല്ലേ? എന്നിട്ട് വന്നിട്ട് എവിടെ തകർക്കുന്നായി പറഞ്ഞു? അതായിരിക്കും ഈ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ മുൻപില. ഈ വാക്ക് ഒരു പക്ഷെ ശരിയായിരിക്കും അല്ലേ? തകർക്കുന്ന രാജരാജൻ. എന്ത് തകർക്കുന്ന? പുള്ളി ഇങ്ങോട്ട് വരിക, ആടിച്ചങ്ങ് നിരത്തുക. പൊളി. നല്ല രസമുണ്ടല്ലേ? നല്ലൊരു ഹോളിവുഡ് സിനിമ കാണുന്നൊരു സ്റ്റൈലുണ്ട്. ബാക്കി കേട്ടെ. ഈ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഇവരുണ്ടാക്കിയ ഈ ആലയം അടക്കമുള്ള മുഴുവൻ പോയിട്ട്. അല്ല, ഇതെങ്ങനെ തകർക്കും? ബുൾഡോസർ വെച്ച് തകർക്കോ, JCB വെച്ച് തകർക്കോ, ആറ്റം ബോംബ് വെച്ച് തകർക്കോ, എന്ത് വെച്ച് തകർത്തും കൂടെ പറ.
കാരണം യേശുക്രിസ്തു മേളിൽ നിന്ന് വന്നത് മിസൈലും കൊണ്ടല്ലല്ലോ വന്നേക്കുന്നത്, ഈ ദൂതന്മാരുമായിട്ട്. ഇപ്പം ഈ ശരീരം ഇപ്പൊ വരുന്ന സഭ ആർക്ക് ശരീരമില്ല, എല്ലാ ശരീരവും ഉടുതുണി കളഞ്ഞിട്ടാ മുകളിലോട്ട് പോയത്. റാപ്ചർ അങ്ങനല്ലേ? അല്ല, എന്നെ റാപ്ചർ ചിന്തിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ. നിങ്ങൾ ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ തുണി വരെ കളഞ്ഞിട്ടാ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടുപോക്ക്, കൈവിടപ്പെട്ടു പോയെന്ന സിനിമ കണ്ടുപോക്ക്. അതിനകത്ത് ലെഫ്റ്റ് ബിഹൈൻഡ് പെട്ടെന്ന് ഇട്ടേക്കുന്ന അണ്ടർവെയർ, പാന്റ്, ഷർട്ട് എല്ലാം അവിടെ കിടക്കും, ആളിനെ മാത്രം കാണത്തില്ല. അപ്പം പോയപ്പം നമ്മുടെ നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ അങ്ങ് മുകളിലോട്ട് പോകുന്നത്. അപ്പം മേളിൽ ചെന്നപ്പോൾ ഉടുപ്പ് കിട്ടിയോ അറിയത്തില്ല, ഒക്കെ പറഞ്ഞു തരണം. ഇടയ്ക്ക് വെച്ച് ഞങ്ങളത് മറന്നുപോയി. അപ്പൊ ഇറങ്ങി വരുമ്പോൾ ശരീരമാണോ, ഉടുപ്പില്ലാത്ത ശരീരമാണോ, ഉടുപ്പുള്ള ശരീരമാണോ, എങ്ങനെ വരുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞാ. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ചോദ്യങ്ങളുണ്ടെന്നേ. അപ്പൊ ഇവർ ഈ വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ദേഹരൂപമല്ല, എല്ലാവർക്കും ഗ്ലോറിഫൈഡ് ബോഡി എന്നാ പറയുന്നത്. മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നില്ല, ഗ്ലോറിഫൈഡ് ബോഡിയാണ്. യേശുക്രിസ്തുവിനെ കാണിപ്പെടുത്തുന്ന കൈയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്ക് മാത്രം ഗ്ലോറിഫൈഡ് ആയിട്ടില്ല. പുള്ളിക്ക് ഇപ്പോഴും അസ്ഥിയും മാംസമൊക്കെ ഉണ്ട്. നമുക്ക് അസ്ഥിയും മാംസമൊന്നുമില്ല, നമ്മളെല്ലാം വിൺ ശരീരമായി. അപ്പം ഈ കർത്താവ് വന്നിട്ട് എങ്ങനെയാണ് ഈ മൊത്തം അടിച്ച് നിരത്തുന്നതിനെ കൂടെ ഒന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരണേ. സ്തോത്രം. വേൾഡിൽ ഏറ്റവും നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട്. അയ്യോ, ഞാൻ ഈ സത്യം പറഞ്ഞ ഈ വീഡിയോ ഒരു 3-4 പ്രാവശ്യം കണ്ടു കേട്ടോ. ഇത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ ഇന്നലെ രാത്രിയിലാണ് ഞാൻ അത് കാണുന്നത്. എന്റെ മനസ്സ്, ദൈവം ഇത് എന്തൊക്കെ പറയുന്നത്. ഇന്ത്യയിലെ ലോകത്തിന് ഏറ്റവും വലിയ സ്ട്രക്ചറൽ എഞ്ചിനീയർ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് GPT-യിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണെന്ന് ചോദിക്കണം, ഈ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ കൊണ്ടുവന്നിട്ട് നോക്കിക്കോണേ, അത് രസകരമാണ് കേട്ടോ. അയ്യോ കർത്താവ്, യെരുശലേം ദേവാലയം വീണ്ടും പണിയിക്കും. ഇത് ഒരു കാലത്തും ഈ പണി തീരത്തില്ലയോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചോദ്യം എന്ത് വരുന്നറിയാമോ? നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ കിട്ടും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവാലയത്തിനെ കുറിച്ചുള്ള കാര്യമാണ്. അത് എപ്പോഴാ പണിയുന്നപ്പം പറഞ്ഞു അത് ശലോമോന്റെ ആലയം അല്ല. കാരണം ഇവിടുത്തെ പണിയുടെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ അത് ഹെരോദാവിന്റെ ആലയമല്ല. കാരണം എസെക്കിയേലിൽ പറഞ്ഞിരിക്കുന്നതിന്റെ വലിയ അളവ് വ്യത്യാസമാണ്. അത് 4500 മുഴം നീളം, 25,000 മുഴം, 5000 മുഴം വീതി എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും അല്ല. കാരണം യെരുശലേം ദേവാലയം ഏകദേശം ഒരു 0.9 കിലോമീറ്റർ സ്ക്വയറിൽ നിൽക്കുന്ന ഒരു ദേവാലയം. ഇത് ഏകദേശം ഒരു 26 കിലോമീറ്റർ സ്ക്വയറിൽ നിൽക്കേണ്ടി വരും. അത്രയും വലുതാണ്. അപ്പൊ ഇത് യെരുശലേമിന്റെ കുന്നിൽ എവിടെ കൊണ്ട് പണിയൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും അടിച്ച് നിരത്തുന്നത്. കാരണം ഈ കുന്ന് ഒലിവുമലയും തിയോൻമലയും എരിവും എല്ലാം അടിച്ചങ്ങോട്ട് നിരത്തി മൊത്തം അങ്ങോട്ട്. പുള്ളിയുടെ വേറൊരു വീഡിയോ പറയുന്നുണ്ട്, അടിച്ചങ്ങ് സമതലാക്കുമെന്ന്. കാരണം എന്തറിയുമോ, ഭൂമിയിലെ സകല ജാതികളെ കൊണ്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പുള്ളി ഏതൊരു വീഡിയോ ആക്കണം. ഞാനിപ്പോൾ പുള്ളിയുടെ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് ഈ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടോണ്ടത്. എനിക്കൊരു രസകരമായിട്ട് തോന്നുവാൻ ഇത് വേറെ ഐറ്റംസ്. സത്യം പറഞ്ഞ് ഞാനിപ്പം പറയും, ഇത് വേറെ ഐറ്റം. ഇതാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് അറിവും കിട്ടും, സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം യേശുക്രിസ്തു ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നിട്ട് കെട്ടിടം പണി. ഇതെല്ലാം ഏത് പുസ്തകത്തിലാണെന്ന് ചോദിച്ചേക്കരുത് കേട്ടോ. ദ ബെസ്റ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട്, അവരുടെ ലേബറേഴ്സ് ആയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള നല്ല പണിക്കാർ പോവും. ജാതികൾ വന്ന് യെരുശലേം ദേവാലയം പണിയുമെന്ന് സക്കറിയ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? യേശുക്രിസ്തു ഇങ്ങോട്ട് വന്നിട്ട് ലോകത്തെ എല്ലാ എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ദേവാലയം പണി. അതായത് ഇതിന്റെ പണി ആവശ്യ തരാം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്വന്തം ഈ കർത്താവ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിൽ പണിതൊരു ദേവാലയം ഉണ്ടല്ലോ, ആ സൂത്രം എവിടെ പോയി? അത് ചുരുട്ടിക്കുട്ടിയെടുത്ത് മധ്യധരണി കടലിൽ കളഞ്ഞ അല്ല. ഈ ആലയം പണിയും കൊണ്ട് ഇതാണ്ട് പണിതിട്ടും പടുത്തിട്ടും തീരുന്നുമില്ലെന്ന് പറഞ്ഞ പോലെ ആണല്ലോ ഇത്. വീണ്ടും പണി തുടങ്ങിയെന്ന്. ഇത് ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിനെ കൊണ്ട് യേശു പണിയാൻ പോവുക. യേശു ആണ് നേരം ഇപ്രാവശ്യത്തെ കോൺട്രാക്ടർ. യേശു ആണ് ഇപ്പോഴത്തെ ബിൽഡറിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. എല്ലാവരും വിളിയും. അപ്പം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യും? സകല ജാതികളെയും കൂട്ടി വരുത്തി ജാതികളെ കൊണ്ട് സക്കറിയ പറഞ്ഞിട്ടുണ്ടെന്ന് പോയി അവിടെ നോക്കണം ഇനി എന്തോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്റെ പണ്ഡിത ചിരിപ്പിച്ച് കൊല്ലല്ലേ. മുള എന്ന പേരുള്ള പുരുഷനുണ്ടല്ലോ, താൻ എഴുന്നേറ്റ് തന്റെ സ്ഥാനത്ത് നിന്ന് വന്ന് ദേവാലയം പണിയും. മുള ചെയ്യൂ. മുള, എന്റെ പൊന്നി ചേട്ടാ, മുള എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ അറിയാ? മുളച്ചു വരിക എന്നാ. ദാവീദിന്റെ വേരിൽ നിന്നൊരു മുള. ആ ദാവീദിന്റെ വേരിൽ നിന്നുള്ള മുളയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആരംഭിച്ച ചർച്ചാണ് യേശുവിന്റെ സഭ. അത് യെരുശലേമിൽ ആരംഭിച്ച.
അല്ലാതെ മുള വീണ്ടും മുളച്ചു വന്നിട്ട് ആലയം പണിയുമെന്നല്ല. ഇതൊക്കെ വിശ്വസിക്കുകയാണെങ്കിലേ തലയില് നെല്ലിക്കത്തളം വെക്കുന്ന ആ ടൈപ്പ് ആളുകൾ കാണും. കഷ്ടം. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കർത്താവ് ദേവാലയം പണിത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്ത് ചെയ്യും? ബഹുമാനഭൂഷണം ധരിച്ച് താൻ രാജാവും പ്രവാചകനുമായിട്ട് അവിടെ ഇരിക്കും. അടിപൊളി. ദൈവമൊക്കെ ആയി മാറി ഇപ്പം പുള്ളി. മനസ്സിലായ? മഹാദൈവവും നമ്മുടെ കർത്താവുമായിരുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. പിതാവേ, ലോകാരംഭം മുതൽ അങ്ങയുടെ സന്നിധി ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ കർത്താവ് അപ്പൊ തിരിച്ചു വന്നിട്ട് ആരാ? രാജാവും പ്രവാചകനുമായി. പ്രവാചകൻ എന്ന വാക്കിനർത്ഥം എന്ന് പറയും ഭാവി പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും വരിവരിയായിട്ട് അവിടെ കയറി ചെല്ലും. എല്ലാവരും നോക്കി പ്രവചിക്കും. മകനെ ഉടവൽ കടബ വരുന്നു, മകനെ നിന്നെ ഞാൻ ഇതായിരിക്കും ഞാൻ കണ്ടിട്ടുള്ള പ്രവാചകന്മാർ കേട്ടോ. യേശു രാജാവും പ്രവാചകനുമായിട്ട് അവിടെ ഇരിക്കും. ദൈവമല്ല ഇപ്പൊ ഇവരുടെ യേശു ക്രിസ്തു സത്യത്തിൽ ദൈവമാണോ എന്ന് ആദ്യം ഒന്ന് ചോദിക്കണം. അതോ ഇവരുടെ അങ്കിളിന്റെ മോനെ പോലെയാണോ ദൈവപുത്രൻ എന്ന് ചോദിക്കണം. പ്രവാചകനും രാജാവുമായിട്ട് ഇരിക്കുന്നു. എവിടെ എഴുതിയേക്കുന്നു ചോദിച്ചേക്കരുത്. അതൊന്നും പറ്റത്തില്ല. ഞങ്ങൾ പണ്ഡിതന്മാർ അങ്ങനെ പലതും പറയും. ആമേ. ബാക്കി കാരണം ഞാനിതിനെ കണ്ടല്ലോ പുച്ഛിച്ച് പറയുക. എനിക്ക് അത്ര വേദനയുണ്ട് ഇതിനകത്ത്. ഇത്രയും ജനതയെ ഇത് കേട്ടിട്ട് സത്യമാണെന്ന് വിശ്വസിച്ച് ഇത് എഴുതി കൊണ്ട് പഠിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്തുമായിരിക്കും അല്ലേ? രാജാവും പ്രവാചകനുമായിട്ട് അവിടെ ഇരിക്കുമ്പോ തന്റെ സിംഹാസനം അവിടെ വയ്ക്കും. എവിടെ വയ്ക്കും സിംഹാസനം? സിംഹാസന കൃപാസനം എന്ന് പറയുന്നത്. ഓക്കെ. ആ കൃപാസനത്തിനടിയിൽ നിന്ന് ഒരു നദി പുറപ്പെടും. ഈ നദി എവിടെ അറിയാമോ? നേരെ ഈസ്റ്റേൺ ഗാലിയിലോട്ട് പോകും. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആണല്ലേ. ഈ പള്ളിക്കകത്ത് കൊണ്ടുവന്ന് ദൈവം ദേവാലയത്തിനകത്ത് കയറി കൃപാസനം വലിയ ഒരു സിംഹാസനത്തിലിരിക്കും. രാജാവും പ്രവാചകനായിട്ടിരിക്കും, വലിയ സിംഹാസനം. ആ സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് ഒരു നദി പോകുന്നു. ആ നദി പോയിട്ട് അപ്പൊ എന്തെന്നറിയാമോ, ഈ നല്ല ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ വീടിന്റെ അടിക്കകത്ത് ആദ്യം വെള്ളം ഉണ്ടോ എന്ന് നോക്കും. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ, കാരണം വെള്ളം അടികൂടെ ഒഴുകിയാൽ ആ ബിൽഡിംഗ് പൊളിഞ്ഞു പോകും. അല്ലെ വിവരമുള്ളവരോട് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അത് ലീക്കാവും. പക്ഷെ ഇതങ്ങനല്ല. ഇത് നല്ല ഇന്റർനാഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് പണിതത് കൊണ്ട് അടിക്കൂടി ഇനിയും പമ്പാനദി ഒഴിയാലും പ്രശ്നമില്ല. സ്തോത്രം. കാരണം അത് സാധാരണ വെറും നദിയൊന്നുമല്ല, ഇത് ഭയങ്കര മാസ് ബിൽഡിങ്ങാണ്. അതിന്റെ അടിക്കൂടെ അത് വേറെ എങ്ങും സ്ഥലമില്ലായിരുന്നു കേട്ടോ. അപ്പം ഇച്ചിരി ഉറപ്പിടിക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പൊ ഇരിക്കുന്നതിന്റെ ചോട്ടിൽ തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, പോട്ടെ അങ്ങോട്ടെ. ഏത് വഴിയൊക്കെ പോകുന്നതും കൂടെ നോക്കാം. കിഴക്കൻ ഗലീലയിൽ പോയിട്ട് അവിടുന്ന് കറങ്ങി നദി താഴോട്ട് വന്ന് എവിടെ യോർദാനോട് ചേരുന്നിടത്ത് കൂടി വന്നിട്ട് ചാവുകടലിൽ പതിക്കും. ഇതിന്റെ മാപ്പൂടെ കാണിക്കാൻ തുടങ്ങിയ ആൾക്കാർ നമുക്ക് ചിലപ്പോൾ മാപ്പ് തരത്തില്ലായിരിക്കും. പിന്നെ ഇപ്പൊ തന്നെ മാപ്പ് ഞങ്ങൾ തന്നിരിക്കും. മാപ്പ് തരൂ സാർ, തന്നിരിക്കും സാർ. കിഴക്കൻ യെരൂശലേമിലൂടെ ആ നദി ഒഴുകി പഞ്ചായത്ത് കിണറിന്റെ ചുറ്റും 2 പ്രാവശ്യം കറങ്ങി. ഇപ്പുറത്തെ സ്റ്റേഡിയം വഴി ഒന്നുകൂടെ ഒഴുകി നേരെ ചാവുകടൽ. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ നടക്കാൻ പോകും. അമേൻ, സ്തോത്രം. ബാക്കി ശരിക്കും ആ റൂട്ട് ഇങ്ങനെ വരച്ച് കാണിക്കുന്ന നദി പോകേണ്ട വഴി. അയ്യോ എന്റെ പൊന്ന് ചേട്ടാ, വരക്കല്ലേ. ഇപ്പൊ തന്നെ ഒരു പരുവായിട്ടിരിക്കുക. അരമണിക്കൂർ കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കേൾക്കാത്തത് കേട്ടിരിക്കുക. പിന്നെ താങ്കൾ പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കി കൊടുക്കുകയാണിത്. ദൈവമേ, നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തീർക്കാം. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആ നദി വന്ന് എവിടെ ചാവുകടലിൽ വീഴുമ്പോൾ ചാവുകടലിലെ വെള്ളം പഥ്യമായി തീരും. പിന്നെ അവിടെ വീണൊന്നും ചാകത്തില്ല. റൈറ്റ്. അപ്പൊ ഇത് എപ്പോ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത്രയും കാലയളവ് അതിനുണ്ട്. മീൻസ് ഇന്ന് സഭ എടുക്കപ്പെടുകയാണെങ്കിൽ ഒരു 7 വർഷം കൂടെ കഴിയുമ്പോൾ ഈ ആലയത്തിന്റെ പണി തുടങ്ങും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കർത്താവ് ഇങ്ങോട്ട് വന്ന് പൊളിക്കുമെന്നല്ലേ? അത് 7 വർഷം കഴിഞ്ഞാൽ വരത്തുള്ളായിരിക്കില്ലേ? ശരിയാവൂ.
പൊളിച്ചിട്ട് 7 വർഷം കഴിയുമ്പം അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിലും ഒക്കെയുള്ള വലിയ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ദൈവം യെരുശലേമിൽ ഇരുന്നുകൊണ്ടൊരു ഇത് കൊടുക്കും. ഏതാ? മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ ഏറ്റവും നല്ല പണിക്കാരായ എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്ന് 7 വർഷം കഴിയുമ്പോഴത്തേന് പണി ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാണ് എനിക്ക് സത്യമായ കഥ മനസ്സിലായത്. അപ്പം ഇപ്പോൾ കർത്താവ് വന്ന അടുത്ത 7 വർഷത്തിനകത്ത് ഈ പള്ളിയുടെ പണി നടക്കും. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ചോദ്യം തെറ്റാണ്, ക്ഷമിക്കണം. പുത്തനേർശിലേം മണവാളന് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി വന്ന മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. കാന്തയെ കാട്ടിത്തരാൻ പറഞ്ഞപ്പോൾ വെളിപ്പാട് ദിവസം 21 അധ്യായത്തിൽ എല്ലാം ഇപ്പൊ കോമഡി ആയി. സ്വർഗത്തിൽ നിന്ന് സ്വർണ്ണപ്പെട്ടി ഇറങ്ങി വരുന്നത് കണ്ടത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഏതാ നഗരം, സ്വർണ്ണ നഗരം. അത് ഏത് എഞ്ചിനീയറിനെ കൊണ്ട് പണിയിപ്പിച്ച്? അല്ല എനിക്കറിയാമയ്യ. ഇപ്പൊ ഇവിടെ ഈ ഇരിക്കുന്ന സാധനം ഏതാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ അത്. അപ്പൊ ഇവിടെ വലിയൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് 1000 വർഷം കഴിയുമ്പോൾ വീണ്ടും തല്ലിപ്പൊളിച്ച് കളയണ്ടാന്നേ. ഈ യെരുശലേമിൽ ആലയം പണി എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. 7 വർഷം കഴിയുമ്പോൾ ഈ പള്ളിയുടെ പണി നടക്കുക. എത്ര വർഷം കൊണ്ടത് പണിയൊന്നും അറിയത്തില്ല കേട്ടോ. ഈ 7 വർഷം കഴിയുമ്പോൾ തന്നെ ഇവിടെ 1000 ആണ്ട് ആഴ്ച തുടങ്ങണം. അപ്പൊ ഈ പണിയുടെ സമയത്ത് ഈ വിശുദ്ധന്മാർ എവിടെ പോയി താമസിക്കുന്നു അറിയത്തില്ല. അപ്പൊ വേറെ ഷെഡ് അങ്ങനെ ഉണ്ടാക്കുമായിരിക്കും, ഇല്ലേ? പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. തേർഡ് ടെമ്പിൾ അല്ലത്, മശിഹാ പണിത ടെമ്പിളാ. മുള എന്ന പുരുഷൻ തന്റെ സ്ഥാനത്ത് എഴുന്നേറ്റ് വന്ന് പണിയുന്ന ടെമ്പിളാണ്. തന്റെ സ്ഥാനത്ത് എഴുന്നേറ്റ് വന്ന് എന്തെന്നറിയാൻ പറയപ്പെട്ടവരെ? എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞ വേർഡിന് ഹീബ്രുവിലും ഗ്രീക്കിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇത് റിസറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ എവിടെയോ പോയി കുത്തിയിരുന്നിട്ട് എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചല്ല. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മതി. എനിക്ക് ഇനി ഇത് കേൾക്കാനുള്ള ബാക്കി എന്താണ് ലാസ്റ്റ് പറഞ്ഞു നിർത്താം. ആ ടെമ്പിളില് എന്നാ പണി തീരുമെന്ന് എന്നോട് എനിക്കറിയത്തില്ല. കാരണം മശിഹായുടെ കൺസ്ട്രക്ഷൻ പ്ലാനിൽ പറ്റിരിക്കുന്ന കാര്യമാണ്. എന്നിട്ടാണ് ഈ താൻ അവിടെ രാജാവും പുരോഹിതനുമായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ നദി പുറപ്പെടുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് വെരി ലോങ്, നോട്ട് വെരി ക്വിക്ക് ഐദർ. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കേണ്ട കാര്യമല്ലിത്. നാളെ നടക്കത്തുമില്ല. മതി, താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇത്ര നേരം കേട്ടത് പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വലിയ കാര്യമാണ്. പക്ഷെ ഇതിനൊന്നും വേദവാക്യം ഇവിടാന്ന് ചോദിക്കരുത്. ഇതൊക്കെ നമ്മുടെ സ്വന്തം മനോമുഗ്രത്തിൽ നിന്നുണ്ടായി വരുന്ന ഒരു തിരക്കഥയാണ്. ഞാൻ ഇതിനകത്ത് പരിഹാസ രൂപേണ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒഫൻഡഡ് ആയെങ്കിൽ ദയവായിട്ട് അത് നിങ്ങളുടെ കറക്ഷന് വേണ്ടി വെച്ചിരിക്കുക. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായിട്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പരിഹസി ഇത് ഈ പറഞ്ഞതിനെ പരിഹസിക്കുന്നല്ല പറയണ്ടേ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞാൽ എന്നെ തിരുത്തണം. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, മണ്ടത്തരമാണെന്ന് പറയണം. അത് സ്നേഹത്തിന്റെ ആത്മാവിൽ പറയാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളുടെ ഇവിടെ വീഡിയോയിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്ന വാക്യപ്രകാരം താങ്കൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നതിന് വിമർശനം എന്നങ്ങനെ പറയുന്നത്? വിമർശനമല്ല അത് വിമർശനമല്ല, അത് കറക്ഷനാണ്. നിങ്ങൾ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് യേശു പറഞ്ഞപ്പോൾ യേശു പരീശന്മാരെ വിമർശിച്ചാണ്? അല്ല, ദൈവം അന്നത്തെ സിസ്റ്റത്തെ മാറ്റുകയാണ്. അപ്പൊ എന്താണ് കുറ്റപ്പെടുത്തുക, എന്താണ് വിമർശിക്കുക, എന്താണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് ആദ്യം മലയാളി പോയി പഠിക്കും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, നമുക്കെന്തും ചെയ്യാം, നമ്മളെ ആരും ഒന്നും പറയരുത്. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ. ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ അല്ല, ഇതൊരു അവയർനെസ് വീഡിയോ. എന്തിനാന്ന് ചോദിച്ചാൽ, ഒരിക്കൽ പോലും ഇങ്ങനെ വേദപുസ്തകം പഠിക്കരുത്. ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം പറഞ്ഞതൊന്നും ഒരു കാലത്തും നടക്കുന്ന കാര്യമല്ല, സംഭവ്യമല്ല. ഇത് ഏതൊരു ഹോളിവുഡ് സിനിമയ്ക്കകത്ത് നാളെ വരാൻ സാധ്യതയുള്ളൊരു തിരക്കഥ വായിച്ച് കേൾപ്പിച്ചെന്നേ ഉള്ളൂ. കേൾക്കുന്നവർ അഭിനേതാക്കളായിട്ടും നടീനടന്മാരായി മാറുക, അല്ലാതെ ഇത് സംഭവ്യമല്ല. കാരണം എസെക്കിയേൽ പറഞ്ഞതും യേശുക്രിസ്തു പറഞ്ഞതൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കുൽസിത പ്രവൃത്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി, ദൈവവചനത്തിന്റെ മറ്റൊരു സത്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.